ഒരുക്കുന്ന അക്ഷരസന്ധിയിലേക്ക് പ്രിയ മനസ്സുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അക്ഷരങ്ങളുടെ രാജകുമാരൻ ഹേമകുമാർ രചിച്ച് 150-ലേറെ വേദികളിൽ കേരളക്കര കൊണ്ടാടിയ പേരറിവാളൻ ബോൺ ഡെത്ത് 1991 എന്ന നാടകം പുസ്തകരൂപേണ ജനതയ്ക്ക് മുന്നിലെത്തിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുക. ഈ സാംസ്കാരിക സന്ധ്യയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിലേക്കായി ഭരതം നാടകവേദിയുടെ സെക്രട്ടറി, പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് അഭി കുറുമാലൂരിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ജൂൺ 5-ന് നമ്മെ വിട്ടുപിരിഞ്ഞ മലയാള നാടകവേദിയിൽ 3 പതിറ്റാണ്ടോളം നമ്മളോടൊപ്പം നാടകത്തോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ, ഞങ്ങളുടെ ഭരതത്തിൻ്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂർ ദിലീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ ദിലീപേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്കൊന്ന് സ്മരിക്കാം. മലയാള പ്രൊഫഷണൽ നാടകരംഗത്ത് രചനാപരമായ ഔന്നത്യം കൊണ്ട് അരങ്ങിനെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും അതിലൂടെ മനുഷ്യമഹത്വം നിറഞ്ഞ ഒരുപാട് നന്മയൊക്കെയുള്ള നിരവധി നാടകങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച നാടകകൃത്തും തിരക്കഥാകൃത്തുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ഹേമന്ത്കുമാർ, ഞങ്ങളുടെ ഹേമന്തേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേര് അറിവാളൻ ബോൺ ആൻഡ് ഡെത്ത് 1991 എന്ന നാടകത്തിൻ്റെ രംഗപാഠം പുസ്തകം പ്രകാശനം നിർവഹിക്കുന്ന ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കാൻ ലഭിച്ച ഈ നിയോഗത്തിന് ഭരതത്തിൻ്റെ ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു നാടക വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് സ്നേഹത്തോടെ പരിചയപ്പെടുകയും ഒരുമിച്ച് ഞങ്ങളെ കൂടെ കൂട്ടുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും അടുത്തിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ആദ്യത്തെ നന്മയുള്ള എഴുത്തുകാരനാണ് ശ്രീ ഹേമന്തേട്ടൻ. ഹേമന്തേട്ടൻ്റെ നാടകങ്ങൾ കണ്ടു തുടങ്ങിയ നാൾ മുതലാണ് ശരിക്കും നാടകത്തോടൊരു വല്ലാത്തൊരു അഭിനിവേശമൊക്കെ തോന്നി തുടങ്ങിയത്. നാടകം തീർച്ചയായിട്ടും ഒരു ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണെന്നും പിന്നെ കുറച്ചുകൂടെയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതാണെന്നും തോന്നിയത് ഹേമന്തേട്ടൻ്റെ നാടകങ്ങൾ കണ്ടു തുടങ്ങിയ നാൾ മുതലാണ്. തോപ്പിൽ വാസിയും കെ ദാമോദരനും CJ തോമസും, അല്ലെങ്കിൽ അവരുടെ നാടകങ്ങളായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും പാട്ടബാക്കിയും ആ മനുഷ്യൻ നീ തന്നെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ തുടങ്ങി അവരിൽ തന്നെ അവസാനിക്കാറാണ് പതിവ്. അതൊരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവർ മഹാരഥന്മാർ തന്നെയാണ്. അവരൊരു കാലഘട്ടത്തെ മാറ്റിത്തീർത്തവരാണ് നാടകം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കാലഘട്ടത്തെ സൃഷ്ടിച്ചവരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് ശേഷം ഇവിടെ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടും അത് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു, പറയാതെ പോകുന്നു എന്ന് പറയുന്നത് നാടകത്തോട് ചെയ്യുന്ന വല്ലാത്തൊരു അപരാധമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും ഹേമന്തേട്ടൻ്റെ രചകനും ഉച്ചഭ്രാന്തനും അരിങ്ങോടനും സാമൂഹ്യ പാഠവും രാധേയനായ കണ്ണനും കുറിയടുത്ത് ധാത്രിയും ഒക്കെ വേദിക്ക് മുമ്പിൽ മനസ്സ് നിറഞ്ഞ് കണ്ടതിൻ്റെ ആ ഒരു നിർവൃതിയാണ് ശരിക്കും കിരാലൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് ഭരതം എന്ന് പറഞ്ഞിട്ടൊരു നാടക സൗഹൃദം തുടങ്ങാൻ ഞങ്ങളെ നിർബന്ധിപ്പിച്ചത്, അല്ലെങ്കിൽ നിർബന്ധിതരായത്. അങ്ങനെ അന്ന് മുതൽ ആ നാടകങ്ങൾ കണ്ട് തുടങ്ങിയ മുതലേ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു രചന പുസ്തകമാക്കണം. അതൊരു രേഖാമൂലമുള്ള അടയാളപ്പെടുത്തലാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും പുസ്തകമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാളാണ് ഞാനും. ആൻഡുമൊക്കെ എപ്പോഴും രാത്രികളിൽ നാടകം കണ്ടുവരുമ്പോൾ ഒക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ശരിക്കും. ഇത് ഭരതം ഇതിനകത്തൊരു നിമിത്തമായി എന്നേ ഉള്ളൂ. ഇതൊരിക്കലും പിന്നെ ഇത് പൂർവ്വനിശ്ചിതമാണ്. അല്ലാതെ ഞങ്ങളുടെ ഭരതത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുള്ളത്. ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും പുസ്തകമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയ വായനക്കാരൻ നൽകി ഞാനത് വീണ്ടും പറയുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇതേ വേദിയിൽ കഴിഞ്ഞ വർഷം
രാജീവ് ഗാന്ധി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന, ഇപ്പോഴും ഏലൂർ ജയിലിൽ കഴിയുന്ന പേരറിവാളൻ എന്ന് പറയുന്ന നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ, നീതി നീട്ടിവെക്കപ്പെട്ടവൻ്റെ മഹാസങ്കടങ്ങൾ അരങ്ങിലേക്ക് അദ്ദേഹം പകർത്തി വെച്ചപ്പോൾ ഇവിടെ ഇതേ വേദിയിൽ ഇതേ സദസ്സിലിരുന്ന് കണ്ടെഴുന്നേറ്റപ്പോൾ അന്ന് തീരുമാനിച്ചാണ്, ഇതാണ്, ഈ നാടകമാണ് പുസ്തകമാവേണ്ടത്. അങ്ങനെയാണ് ആ ആഗ്രഹം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് സന്തോഷത്തോടെ അത് മതി, അങ്ങനെ ചെയ്തോളൂ എന്ന് അനുവാദം നൽകുകയും ചെയ്തു. പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ പിന്നെ പ്രകാശനം ചെയ്യേണ്ടത് പേരറിവാളൻ്റെ അമ്മ അർപ്പതമ്മാൾ തന്നെ ആവണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറോ പിന്നെ പരിചയക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ശരിക്കും തികച്ചും യാദൃച്ഛികമായിട്ടൊരു ദിവസം ഹേമന്തേട്ടൻ തന്നെ ഫേസ്ബുക്കിലിട്ടൊരു നമ്പർ, പുസ്തകത്തെ പറ്റി അന്വേഷിക്കാൻ പിന്നെ എളുപ്പമായിട്ടൊരു നമ്പർ, എൻ്റെ നമ്പർ ഫേസ്ബുക്കിലിട്ടിട്ട് അത് കണ്ടിട്ട് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മദ്രാശിയിൽ വിളിക്കുന്നത് തികച്ചും യാദൃച്ഛികമാണ്, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അദ്ദേഹം 16 വർഷമായിട്ട് പിന്നെ മദ്രാസിലുള്ള ഒരാളാണ്. അവിടുത്തെ മലയാളി സമാജങ്ങളിലൊക്കെ നിരന്തരമായിട്ട് നാടകം കളിക്കുന്ന ഒരാളാണ്. സംസാരിച്ചപ്പോൾ ആദ്യ സംസാരത്തിൽ തന്നെ അദ്ദേഹം ഒരു സഹൃദയനാണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ആഗ്രഹം അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്. ഞങ്ങളിങ്ങനെ അർപ്പതമ്മാളനെ അല്ലെങ്കിൽ പേരറിവാളൻ്റെ അമ്മയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ നിർത്തി പ്രകാശനം ചെയ്യിപ്പിക്കണം ഒരു ആഗ്രഹമുണ്ട്. അഭിലാഷ് കേട്ടപ്പോൾ തന്നെ അതിനെന്താ, നമുക്ക് ഉടനെ നോക്കാം, പെട്ടെന്ന് തന്നെ ചെയ്യാം, നമുക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്പർ തേടി അബി പിടിച്ച് എന്നെ വിളിച്ചു. അബി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിളിച്ച് കഴിഞ്ഞു, അർപ്പതമ്മാളിനെ വിളിച്ച് കഴിഞ്ഞു. ഞാൻ ഭയങ്കര ആശ്ചര്യമായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്പർ ഇപ്പോൾ മെസ്സേജ് ചെയ്ത് തരാം, അബി ഒന്ന് വിളിച്ചോളൂ. ഞാൻ സന്തോഷം കൊണ്ട് മതി വന്നുപോയി, വല്ലാത്ത ദിവസം. ഞാൻ അപ്പോൾ തന്നെ ഹേമന്തേട്ടനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഉടനെ അഭിലാഷ് എൻ്റെ മൊബൈലിലേക്ക് അമ്മയുടെ നമ്പർ മെസ്സേജ് ചെയ്ത് ഞാൻ ഉടനെ വിളിച്ച് ഹലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ മലയാളം പറയില്ലല്ലോ, തമിഴാണല്ലോ പറയുക. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞാനൊരു ഭാഷ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് തമിഴാണ് അതെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് ഞാനത് പറയാൻ തുടങ്ങി. കുറേ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ട് മോനെ, പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ പറയുന്നത് തമിഴല്ല. പക്ഷേ ആ സന്ദർഭത്തിലാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കാൻ ഭാഷ ആവശ്യമില്ല. അവിടെ മനസ്സുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങളിങ്ങനെ പിന്നെ കേരളത്തിൽ അമ്മയുടെ മകനെ കുറിച്ചൊരു നാടകം വന്നിട്ടുണ്ട്, നമ്മുടെ ചേട്ടനാണ് അത് ചെയ്തത്, പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ നാടകം പുസ്തകമായിട്ടുണ്ടോ എന്ന് അവർ ഒരുപാട് സന്തോഷത്തിൽ, അതേ വലിയ സന്തോഷത്തിൽ അവർ പറഞ്ഞു. അവരെ സംബന്ധിച്ച് കേരളം പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ അവരുടെ മകനെക്കുറിച്ചൊരു നാടകം ഉണ്ടാവുക, അത് വേദികളിൽ നിറഞ്ഞു കളിക്കുക, അത് തന്നെ പുസ്തകമാവുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അവർ പിന്നെ ഉടനെ വരാൻ അല്ലെങ്കിൽ സമ്മതിക്കുകയും ഞങ്ങളുടെ പരത്തിലെ ജോസേട്ടനും ആൻഡ്രൂവും സനിയും ഞാനും കൂടെ പിന്നെ അന്ന് പിന്നെ എഴുത്തിൻ്റെ തിരക്കുകൊണ്ട് ഹേമന്തേട്ടന് വരാൻ പറ്റിയില്ല. അദ്ദേഹം വളരെ കേരളപൂർവ്വം അത് പറയുകയും ചെയ്തു. ഞങ്ങൾ പോയി അർപ്പതമ്മാളിനെ കണ്ടു. അവരുടെ ഫ്ലൈറ്റിൽ ചെന്നൈയിൽ നിന്നൊരു 3 മണിക്കൂർ യാത്ര ചെയ്യണം. ഏകദേശം വണ്ടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവിടെ പോയി കണ്ടു, സംസാരിച്ചു. പലപ്പോഴും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അമ്മയുടെ. അങ്ങനെ അമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ, ആഗ്രഹം പോലെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അമ്മ ഇവിടെ മുന്നിലിരിക്കുമ്പോൾ അത് പറയാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇതൊരു ചരിത്ര ദൗത്യമാണ്. ഇതൊക്കെ നാടകം എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ടുത്തരുന്നതാണ്. നമ്മളാരും പിന്നെ പ്രവർത്തിച്ചുകൊണ്ട് നേടിയെടുക്കുന്നില്ല. ഇതൊക്കെ നമ്മിലേക്ക് വന്നു ചേരുന്നതാണ്. ഒരിക്കലും ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോ നമ്മുടെ പ്രവർത്തന ഫലമായിട്ടോ സംഭവിക്കുന്നില്ല. നാടകത്തിൻ്റെ ശക്തിയാണ്. അധ്യക്ഷത കൊണ്ട് അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഒരുപാട് സ്നേഹമുള്ള ഞങ്ങളുടെ അധ്യാപകൻ, പ്രിയപ്പെട്ട പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ ജോൺ ജോഫി മാഷ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മരുവിലാസം, അബോധികരി പോലുള്ള നല്ല സിനിമകൾ നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ മാധവ് രാംദാസ് സാർ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ
ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ, അതിലൂടെ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ വിഷമങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് കിട്ടുന്ന അമ്മയ്ക്ക് അർപ്പുതമ്മാൾ എന്നാണ് പേര്. അവരെ അർപ്പുതമ്മാളിനെ കാത്തിരിപ്പിൻ്റെ അമ്മയെ, സ്നേഹത്തിൻ്റെ അമ്മയെ, പേരവാളിൻ്റെ അമ്മയെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നാടക സംവിധായകൻ ശ്രീ രാജേഷ് ഇടളം, ശ്രീ രാജേഷ് ഏട്ടൻ, അദ്ദേഹത്തെ ആദ്യ പ്രതി അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ അരുണൻ മാഷ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ശ്രീ ബാബു നാരായണൻ സാറാണ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കവയിത്രി, പ്രിയപ്പെട്ട അജിത ടീച്ചർ, അവരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒരു പ്രിയപ്പെട്ട നടൻ ശ്രീ തൃശ്ശൂർ ലിഷോൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എഴുത്തുകാരനും കവിയുമൊക്കെ ആയിട്ടുള്ള ശ്രീ സാംബരാജ് സാർ, അവരെയും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീമതി കവിൻ മലർ, അവർ പിന്നെ തമിഴിലെ പത്രപ്രവർത്തകയാണ്, അവരെയും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഭരതത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽ പാത്രാമൂലമാണ്, അവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത നമ്മുടെ സ്നേഹമുള്ള, നമ്മുടെ പ്രിയപ്പെട്ട നന്മയുള്ള എഴുത്തുകാരൻ ശ്രീ ഹേമന്തേട്ടൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നന്ദി ആശംസിച്ചുകൊണ്ട് സംസാരിക്കാൻ എത്തിയ കോഴിക്കോട് ഗീറ്റ്സിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുധീർ ബാബു, അവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിലൂടെ എത്തിച്ചേർന്ന മുഴുവൻ സഹൃദയരെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയും ചേട്ടന്മാരെയും എല്ലാവരെയും ഞാൻ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അവരുമായി സ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം പിന്നെ പേര് അറിവാളൻ ബോൺ ഡെത്ത് 1991 എന്ന നാടകം ഇവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതാണ്. അവരുടെ മുഴുവൻ അണിയറ പ്രവർത്തകരെയും ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തിരികെ വരും കോടി ജീവിതങ്ങളിലൂടെ പിഞ്ചുകൈകൾ നുള്ളി എറിയും ചോരപ്പൂക്കൾ നെഞ്ചിലേൽക്കുമ്പോൾ ഞങ്ങൾ ഉണരാതിരിക്കില്ല. ധീരരായിട്ടുള്ളവരൊക്കെയും ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നത് കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും കഴിവുള്ളവർ തന്നെയാണ് സാഹിത്യ പ്രവർത്തകർ, അങ്ങനെയുള്ളവർ തന്നെയാണ് നാടക പ്രവർത്തകർ. അങ്ങനെയുള്ള നാടക പ്രവർത്തകർക്ക് ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന സ്ഫോടനങ്ങൾ തന്നെയാണ് പേരറിവാളൻ പോലുള്ള നാടകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭരതം നാടകവേദിയുടെ നിറസാന്നിധ്യവും എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ജോൺ ജോഫി മാഷിനെ സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള സദസ്യര്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ചരിത്ര മുഹൂർത്തമാണ്. സമകാലീന ഇന്ത്യൻ ചരിത്രാവസ്ഥയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കലാസൃഷ്ടി രൂപം കൊള്ളുകയും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും ലിഖിത രൂപവും ഇവിടെ പ്രകാശനം ചെയ്യുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വേദിയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ വന്നതോ ഈ കൃതിയുടെ പ്രമേയത്തിൻ്റെ ആത്മാവായി നിൽക്കുന്ന അർപ്പുതമ്മാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചരിത്ര നിയോഗമാകുന്നത്. 10-15 വർഷം മുമ്പ് കേരളത്തിൽ തെലങ്കാന സമരത്തെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു നാടകം കേരളത്തിന്റെ വിവിധ വേദികളിൽ അരങ്ങേറുകയുണ്ട്. അതിൻ്റെ ആദ്യ അരങ്ങേറ്റ വേദിയിൽ അന്തരിച്ച മഹാനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട്
തെലങ്കാനയിലെ സമര നായികയായ, ഇതിഹാസ നായികയായ മല്ലു സ്വരാജത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇതിന് സമാനമായ ഒരു വേദിയാണ്, സംഭവമാണ് ഇവിടെ അരങ്ങേറുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി, തൻ്റെ മകൻ എന്ന പ്രതീകമാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ പ്രതീകമായി മാറിയ പേരറിവാളിന്റെ അമ്മ അർപ്പുതമ്മാൾ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഒത്തുകൂടിയിരിക്കുകയാണ്. കലയും സാഹിത്യവും കൊണ്ടിരിക്കുന്നവന് മുറുക്കി തുപ്പുമ്പോൾ ആസ്വദിക്കാനുള്ളതാണ് എന്ന ഒരു വാദം പണ്ട് മുതലേ നിലവിലുണ്ട്. അതല്ല, സമൂഹത്തിന്റെ നൊമ്പരങ്ങളെ, ജീവിതാവസ്ഥയെ ആവിഷ്കരിച്ചുകൊണ്ട് ഹൃദയ വിമലീകരണം ഉണ്ടാക്കുകയാണ് കലയുടെ, സാഹിത്യത്തിന്റെ ദൗത്യമെന്ന് പറയുന്ന മറ്റൊരു വാദവും. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കാളിദാസനെ കാലത്തിന്റെ ദാസൻ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഒരു കലാകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ജീവിതാവസ്ഥകളോട് പ്രതികരിച്ചുകൊണ്ട് വിഷമങ്ങളെയും നൊമ്പരങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയും അത് കലയായി, സാഹിത്യമായി രൂപപ്പെടുമ്പോൾ അത് ആസ്വദിക്കുന്ന, വായിക്കുന്ന വായനക്കാരനും ആസ്വാദകന്റെയും ഹൃദയത്തെ വിമലീകരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുകയും വേണമെന്ന മറുവാദവും. ഈ കൃതി രചിച്ച ഹേമന്ത് കുമാർ രണ്ടാമത്തെ വാദഗതിക്കാരൻ. 100ഓളം നാടകങ്ങൾ എഴുതി പൊതുസമൂഹത്തിന്റെ ജീവിതാവസ്ഥയെ കൃത്യമായി ആവിഷ്കരിക്കുന്നതിൽ വിജയിച്ചു എന്ന് നമുക്ക് അഭിമാനിക്കാം. പ്രിയമുള്ളവരെ, ഈ അക്ഷരസന്ധ്യ, ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്ക് മേൽവിലാസം എന്ന സിനിമയിലൂടെ, മലയാള സിനിമയിൽ മേൽവിലാസം ഉണ്ടാക്കി അപ്പോത്തിഗിരി എന്ന സിനിമയിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചു മുന്നേറുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ മാധവ് രാംദാസിനെ ഏറെ സ്നേഹത്തോടെ, ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സദസ്യർക്കും ദൈവത്തിനും നാമം. കൂടുതലായിട്ട് എനിക്കൊന്നും ഇതിനെ, ഈ നാടകത്തിനെ കുറിച്ച് പറയണ്ട. കാരണം ഇതിലൊരു ഇതെല്ലാവരും കണ്ടതായിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഈ നാടകത്തിൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു വളരെ കൺഫ്യൂസ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നീതിന്യായ വ്യവസ്ഥയാണ് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രക്രിയയാണ്. പക്ഷേ പലപ്പോഴും അവരും കൺഫ്യൂസ്ഡായി പോകുന്നു എന്നുള്ളതാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത കാലങ്ങളിലുള്ള പല ഈ വധശിക്ഷകരെ നടപ്പാക്കിയ കാര്യങ്ങളിൽ ശരിയോ തെറ്റോ എന്നുള്ളത് പലരും അവരുടേതായ രീതിയിലുള്ള പല സങ്കല്പങ്ങളും ചിന്തകളും കൊണ്ട് അതിൻ്റെ തെറ്റുകൾ തിരിച്ചാൽ, ചിലർ അതിൻ്റെ തെറ്റുകൾ പറയുന്നു, ചിലർ അതിൻ്റെ ശരികൾ പറയുന്നു. പക്ഷെ അതിലൊക്കെ കൺഫ്യൂസ്ഡാണ്. അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്ത് തെറ്റാണോ, ഇവർ ചെയ്തത് ശരിയാണോ? അപ്പം ഈ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇനിയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയാണ് ഒരു സാധാരണക്കാരനെ നീതി കിട്ടുക എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് സത്യസന്ധമായി നമ്മൾ ചെയ്യുന്ന പ്രക്രിയ, അത് മാക്സിമം 100% ചെയ്യുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പരമാവധി സത്യസന്ധമായി ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മൾക്കെങ്കിലും ആത്മസംതൃപ്തി ഉണ്ടാവുകയായിരിക്കും. അതായത് ഈ നാടക അല്ലെങ്കിൽ പുസ്തക പ്രകാശന വേദി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു. നന്ദി, നമസ്കാരം. അരങ്ങത്ത് മുൻനിരയിൽ മുറുക്കിത്തുപ്പിയും ചുമ്മാ ചിരിച്ചുകൊണ്ടിടം കണ്ണാൽ പുറത്തിയെ കടാക്ഷിക്കുന്ന കരനാഥന്മാർക്ക് നേരെ വിരൽ ചുണ്ടുവാൻ ചക്കുറപ്പും കറുറപ്പും കൊടുത്തു ഇന്നലകളിൽ ഇവിടെ സാംസ്കാരിക ബോധമുള്ള നാടകക്കാർ. അതുകൊണ്ട് തന്നെ നാടകം എല്ലാ കാലത്തും ഏറ്റവും ജ്വലിക്കുന്ന സംഭവം തന്നെയാണ് എന്ന് ഉറക്കെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
ജീവിതം കൊണ്ട് വിസ്മയം തീർത്ത ആ അത്ഭുത മാതാവ് പേരറിവാളൻ്റെ അമ്മ അർപ്പുതമ്മാളെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഈ നാടകത്തിന്റെ സംവിധായകൻ മലയാളക്കര ആഘോഷമാക്കിയ നിരവധി നാടകങ്ങൾക്ക് രംഗഭാഷ്യമൊരുക്കിയ മഞ്ഞു പെയ്യണ നാട്ടിൽ നിന്നും ചുരമിറങ്ങി വന്ന പ്രിയപ്പെട്ട രാജേഷ് ഇരളത്തെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. எல்லாருக்கும் வணக்கம். இந்த நாடகத்தை ஹேமந்த் குமார் எழுதி ராஜேஷ் இருளம்ன்றவரை இயக்கியிருக்கிறாரு. உண்மையிலேயே எனக்கு என்ன சொல்கிறதுன்னு தெரியல. ராஜீவ் கேஸை எல்லாருமே பேச பயந்தாங்க அப்படின்றது உங்கள் எல்லாருக்குமே தெரியும். அப்படிப்பட்ட ஒரு கதையை, அப்படிப்பட்ட எங்கள் வரலாறை ஒரு நாடகமாக எழுதி அதை மக்கள் மத்தியில் கொண்டு போய் சேர்க்கறது அப்படின்றது ஒரு பெரிய முயற்சி. நாடகம் உருவானது, அந்த நாடகத்துக்காக யார் யார் சிரமப்பட்டாங்கன்றதெல்லாம் அபி சொல்லி இந்த நாடகத்தை புக்காக கொண்டு வரணும் அப்படின்னு முயற்சி எடுத்ததெல்லாம் சொன்னார். இந்த நிகழ்ச்சிக்கு நான் அபிலேஷ்ன்ற ஒரு தம்பி சென்னையில் என்னோட தொடர்பு எடுத்து என்னை வந்து அபிலேஷ், அபி, ஜோஸ், ஆண்டோ, சுனில் இவங்க எல்லாம் வந்து என்னை பார்த்தாங்க. இந்த பேர்லாம் எனக்கு மனப்பாடம் இல்லை, அதனால் இதில் நான் எழுதி சொல்கிறேன், தப்பாக நினைக்காதீங்க. இவங்க எல்லாம் வந்து என்னை பார்த்தாங்க. உண்மையிலேயே எனக்கு ஆச்சரியமாக இருந்தது. எல்லாரும் பேச தயங்குற அந்த வதசிக்ஷா அப்படின்ற அந்த தண்டனை தேவையில்லை அப்படின்னு சொல்கிறத முக்கியமாக வச்சு ஒரு நாடகம் நடக்குது, அதை நாங்கள் புத்தகமாக போட்டிருக்கிறோம், நீங்கள் அந்த நாடகத்தை பார்த்துட்டு அந்த புத்தகத்தை வெளியிடணும் வரணும் அப்படின்னும்போது எனக்கு என்ன சொல்கிறதுனே எனக்கு தெரியல. ஏன்னா என் பையன் ஒரு அப்பாவி, அவனுக்கும் இந்த தண்டனைக்கும் தொடர்பு இல்லை அப்படின்றது இப்போ எல்லாம் வெளிப்பட்டு வருது. அந்த ராஜீவ் கேஸில் வாக்குமூலம், அதாவது கன்ஃபெஷன் ஸ்டேட்மெண்ட் கொடுத்த ஆஃபீஸரே வந்து இவன் சொன்னதை நான் பதிவு பண்ணலை அப்படின்னு சொல்கிறாரு. இவங்களுக்கு தண்டனை டெத் பெனால்ட்டி கொடுத்த 3 நீதிபதியில் ஒரு நீதிபதி ரொம்ப அதிகமாக இவங்களை தண்டிச்சிட்டாங்க. இவங்கெல்லாம் வந்து இப்போ நாங்கள் யோசிக்கிறோம், நிறைய ஆங்கிளில் விசாரிக்க வேண்டியதெல்லாம் இருக்குது. அதாவது ஜெயின் கமிஷன் ரிப்போர்ட் வரல, வர்மா கமிஷன் ரிப்போர்ட் வரல, அதாவது உலக நாடுகளில் சதியெல்லாம் விசாரிக்கிற அந்த ரிப்போர்ட்டும் இன்னும் வரவே இல்லை. ஆக இந்த கேஸ் வந்து இன்னும் விசாரணையிலேயே இருக்குது, இன்னும் விசாரணையே முடிவுக்கு வரல. ஆனால் இவங்களை தூக்கில் போடணும் அப்படின்னு முடிவு பண்ணாங்க மத்திய அரசில். 13 வருஷம் அந்த வதசிக்ஷா இதில் என் மகன் இருந்தான்றதை நீங்கள் கற்பனை பண்ணி பாருங்கள். ஒவ்வொரு நொடியும் நாங்கள் செத்து பழைச்சிருக்கோம். எந்த தப்பும் செய்யாத ஒரு நிரபராதிக்கு இந்த தண்டனை கொடுக்க முடியுது. இந்த இந்தியாவில் இருக்கிற சட்டம் அதுக்கு வாய்ப்பாக இருக்குது அப்படின்னும் போது அதை எதிர்க்கிறதுல தப்பில்லை அப்படின்றதுனால நிறைய பேர் தூக்கு தண்டனையை எதிர்த்தாங்க. டெத் பெனால்ட்டி தேவையில்லை அப்படின்றத சொன்னாங்க. இப்போ நம்ம கலாம் செத்து போயிட்டாரு, அவர் கடைசியாக எழுதின கடிதம் கூட டெத் பெனால்ட்டியை எடுத்துடணும் இந்தியாவிலிருந்து அப்படின்னு தான் கையெழுத்து போட்டாருன்னு சொல்கிறாங்க. தமிழ்நாட்டு முதல்வர் ஜெயலலிதா அம்மாவும் எந்த குற்றம் செய்திருந்தாலும் அதுக்கு வந்து டெத் பெனால்ட்டி தரக்கூடாது அப்படின்னு அவங்களும் சொல்லியிருக்காங்க. ஏன்னா நான் ஏன் இதை வேணான்னு சொல்ல தொடங்கினேன்னா, என் பையன் வந்து ஒரு நல்ல பையன், இன்னைக்கு வரைக்கும் அவன் நல்ல பேரோடு தான் இருக்கான். 25 ஆண்டா ஜெயிலில் இருக்கிறான். 19 வயசுல என்கொயரின்னு சொல்லி கூப்பிட்டு போனது தான்.
அப்படியே அவனை உள்ளே வச்சு அவன் மேலே கேஸை போட்டு அவன் மேலே இந்தந்த செக்ஷன் வெளியே வர முடியாத அளவுக்கெல்லாம் போலீஸ்காரங்க செக்ஷனை போட்டு சிபிஐன்றாங்க. சிபிஐ லோக்கல் போலீஸை விட ஒஸ்ட்டாக இந்த கேஸில் வேலை செய்தாங்கன்னு தான் நான் தைரியமாக சொல்ல முடியும். ஏன்னா இப்போ அவங்களே சொல்கிறாங்க, வெளியே விடுறதுல எங்களுக்கு எந்த பிரச்சனையும் இல்லை அப்படின்றாங்க. கார்த்திகேயனே சொல்கிறாரு 24 வருஷம் இருந்துட்டாங்க விடலாம் அப்படின்னு சொல்கிறாரு. ஆனால் ஒரு பையனோட வாழ்க்கையை அழிச்சிட்டோமே, 24 வருஷம் அந்த குழந்தையோட வாழ்க்கை போச்சேன்னு யாருமே கவலைப்படலை. அந்த வாக்குமூலம் வாங்கின அதிகாரி மட்டும் ரொம்ப வருத்தமாக சொல்கிறாரு, நான் அந்த வார்த்தையை பதிவு பண்ணியிருந்தேன்னா இன்னைக்கு அறிவு எல்லாரோடையும் வெளியே இருந்திருப்பான் அப்படின்னு சொல்கிறாரு. அவரை நாம் தண்டிக்க முடியாது. ஆனால் 24 வருஷம் போயிடுச்சு. இப்போவாவது இதுக்கு நீதி கிடைக்கிது, நீதி கொடுத்தோம் அப்படின்னாவது முயற்சி பண்ணலாம். இப்போ அரசியல் சாசன பெஞ்ச் உச்ச நீதிமன்றத்தில் இருக்குது, சுப்ரீம் கோர்ட்டில் எல்லாருக்கும் தெரியும், ஸ்பெஷல் கோர்ட் அது. 5 பேர் அந்த பெஞ்சு நீதிபதிங்க. இப்போவும் வாதம் பண்ணுறாங்க. என்ன வாதம் பண்ணுறாங்கன்னா, சதாசிவம் ஸ்பெஷல் கோர்ட்டு போட்டு மரண தண்டனை அதாவது வத சிக்ஷா குறையிறதுக்கு அவர் 15 பேருக்கு எல்லா ஸ்டேட்டில் இருக்கிறவங்களுக்கும் குறைச்சாரு. அப்போ யாருமே எதிர்ப்பு காட்டல. ஆனால் ராஜீவ் கேஸில் இருக்கிற முருகன், சாந்தன், பேரறிவாளன் 3 பேருக்கும் தண்டனை குறைச்சப்போ எல்லாரும் எதிர்த்தாங்க. அந்த ராஜீவ் காந்தின்ற ஒரு பேர், அவ்வளவுதான் அந்த கேஸ். அதனால் எதிர்த்தாங்க. இருந்தாலும் சதாசிவம் தண்டனை குறைச்சார். தண்டனை குறைச்ச உடனே முதல்வர், அதாவது எங்கள் தமிழ்நாட்டு முதல்வர் அம்மா ஜெயலலிதா என்ன பண்ணாங்க, ஆயுள் அதாவது லைஃப் பிரிசனர் ஆகிட்ட பின்னாடி அவங்க ரிலீஸ் பண்ணுறதுக்கு எனக்கு உரிமை இருக்குது, 7 பேரை ரிலீஸ் பண்ணுறேன் அப்படின்னு அனௌன்ஸ் பண்ணாங்க. ஆனால் உடனே அதை தடுத்து நிறுத்திட்டாங்க. இப்போ இந்த பிரச்சனையில் என்னன்னாக்கா, ஸ்டேட்டுக்கு பவரா சென்ட்ரலுக்கு பவரா? இப்போ இந்த பிரச்சனை தான் அங்கே பெருசாக போகுது. ஜெயில் இருக்குது ஸ்டேட்டில் தான், பிரிசனர்ஸ் இருக்கிறதும் அந்த ஸ்டேட்டில் இருக்கிற பிரிசனர்கள் தான். அவங்கள பராமரிக்கிறது, அவங்கள கவனிக்கிறது எல்லாமே ஸ்டேட்டு தான் கவனிக்குது. ரிலீஸ் பண்ணுறதுக்கு எதுக்கு சென்ட்ரல் கவர்மெண்ட் கிட்ட போய் நிற்கணும்? புரியல. இவங்க ராஜீவ் காந்தி அப்படின்ற இந்த ஒரு பேரை வச்சுக்கிட்டு, இந்த கேஸை வச்சுக்கிட்டு நிறைய பேரை தண்டிக்கணும்னு எல்லாம் நினைக்கிறாங்க. நீதிபதிகள் கடவுளுக்கு சமம்னு சொல்லுவாங்க. ஆனால் இப்போ அப்படி பேசுறதா காணும். ஆயுள்னா ஆயுள் பூரா உள்ளே இருக்கணும், சாகர முட்டை உள்ளே இருக்கணும்னு சாதாரணமாக சொல்கிறாங்க. எங்கள் தமிழ்நாட்டில் ஒரு கம்யூனிஸ்ட் அம்மாவை கொன்னவரை 7.5 வருஷத்தில் ரிலீஸ் பண்ண வரலாறுலாம் இருக்குது. அவர் ஒரு நாள் கூட ஜெயிலுக்கே போனதே இல்லை. நெஞ்சு வலிக்குதுன்னு மருத்துவமனையிலிருந்து ரிலீஸ் ஆகிட்டார். அப்போது அது மாதிரி அவங்களும் செய்தது கொலை தான். அந்த லீலாவதி அம்மான்றவங்களும் ஒரு உயிரோடு இருந்தவங்க தான். அவங்கள கொன்ன கொலைகாரனை தான் 7.5 வருஷத்தில் வெளியே விடுறாங்க. அப்போ அவங்களுக்கு ஒரு சட்டம், அப்போ ராஜீவ்காந்தி கொலைன்றவங்களுக்கு ஒரு சட்டமா அப்படின்னு கேட்குற கேள்வி வருது. ஒன்று ஒத்துக்கணும், மத்திய அரசோ இல்லை நீதிபதிகளோ இல்லை தனி சட்டம் தான் அவருக்குன்னு நாங்கள் வச்சுருக்கோம் இந்தியாவில் அப்படின்னா அது வெளிப்படையாக சொல்லணும். அது சொல்ல மாட்டேன்னு சொல்கிறாங்க. என்ன கேட்டாலும் அந்த வார்த்தை வரல. நான் என்னன்றேன்னா, கொலைன்னா எல்லாமே உயிர் கொலை தான், எல்லா உயிரும் சமம். சட்டம் கூட எல்லாருக்கும் சமான்னு சொல்கிறாங்க. ஆனால் இல்லை, 25 வருஷமாக நாங்கள் சட்டத்தை வச்சே போராடிட்டு இருக்கிறோம். என் பையன் நான் நிரபராதின்னு நிரூபிக்காத வெளியே வரமாட்டோமா அப்படின்னு முதல்ல எடுத்த உடனே சொன்னான். இந்த ராஜீவ் கேஸில் என்னன்னா பரோலே கிடையாது. என்னைக்கு அவனை என்கொயரின்னு கூப்பிட்டு போனாங்களோ இந்த 25 வருஷமாக ஜெயிலுக்குள்ளே தான் இருக்கான். அவனுக்கு இப்போ உடம்பு கெட்டு போச்சு. ஹாஸ்பிட்டலுக்கு கூப்பிட்டு வந்தாங்க. யூரின் இன்ஃபெக்ஷன் அப்படியே எல்லாம் முட்டி வலி எல்லா வலியும் தொடர்ந்து வந்துடுச்சு. மருத்துவமனைக்கு கூப்பிட்டு வந்தாங்க ஹாஸ்பிட்டலுக்கு. அதுக்கு கூட ஒரு பெரும் போராட்டம் நடத்தணும். என்னன்னா ராஜீவ் கொலை கேஸ். அப்போது ராஜீவை கொன்னது யார்? நாங்கள் இல்லை. ராஜீவை கொன்னவங்க செத்து போயிட்டாங்க. கொலை செய்ய சொன்னவங்க யார்? இன்னும் கண்டே பிடிக்கல. என் பையனை குட்டு செய்தான்னாங்க. கடைசியில் அதை நிரூபிக்க முடியாததுனால 2 பேட்டரி வாங்கி கொடுத்தான்னாங்க. கதையில் கூட அந்த பேட்டரி வருது அப்படின்னு சொன்னாங்க. ஆனால் அந்த பேட்டரி தான் அதுக்கு வெடிக்க வச்சான்றதை கூட அவங்களால நிரூபிக்க முடியல. அதை சிபிஐயே ஒத்துக்கிறாங்க. கடைசியில் இந்த கேஸை முடிச்சுட்டு 26 பேருக்கும் தூக்கு கொடுக்குறாங்க தடான்ற கேஸில், இவங்க ஸ்பெஷல் கோர்ட்டில். ஆனால்
சுப்ரீம் கோர்ட் போனவன இந்த கேஸ் வந்து தடாவில் வராது, இது ரேர் கேஸ் இல்லை, இது சாதாரண ஒரு மர்டர், இதுக்கு வந்து இந்த செக்ஷனே பொருந்தாதுன்னு சொல்றாங்க. ஆனாலும் செத்தவர் ராஜீவ் காந்தி, அதனால தண்டனை கொடுக்கணும் கொஞ்சம் பேருக்குன்னு தண்டிக்கிறாங்க. எதுவுமே இல்லாம 24 வருஷமா ஜெயிலில் இருக்கிறாங்க. தண்டனை குறைப்பு வழங்கின ஒரு மாநில அரசு அவங்களை விடுதலை பண்ணுது, ஸ்டேட் கவர்மெண்ட். அது கூட பொறுக்காம எதிர்த்து முறையிடுறாங்க. இப்போ ஆயில்னா ஆயில் பூரா இருக்கணும் அப்படின்னு ஒரு புது சட்டத்தை உருவாக்குறாங்க. அவங்க அப்படி சொன்னாங்கன்னா அதை சட்டமாக்கணும். எதுவுமே வந்து சும்மா வாயில சொல்லிட்டு போயிட முடியாது. எல்லாம் சட்டப்படி. ஒன்று கேஸ் சட்டப்படி நடக்கணும், இல்லை அவங்க விருப்பப்படி நடக்கணும். எதுவுமே இல்லை. எதுக்கு கேட்டாலும் ராஜீவ் காந்தி முன்னாள் பிரதமர். நான் என்ன சொல்றேன்னா, மகாத்மா காந்தியை கொன்னதுல சதி வழக்கில் ஈடுபட்டாங்கன்றவங்களாம் ரிலீஸ் பண்ணியிருக்காங்க. அப்போ தமிழக அரசு கேள்வி கேட்டிருக்கு, மகாத்மா காந்தி விட ராஜீவ் காந்தி பெரியவரா அப்படின்னு. அது ஒரு நியாயமான கேள்வியா கூட இருக்கும். கேட்டிருக்காங்க அவங்க, தமிழக அரசு கேட்டிருக்கு. அப்போ அவங்கள ரிலீஸ் பண்ணும்போது ஏன் இவங்களை ரிலீஸ் பண்ண மாட்டேன்றாங்க? 24 வருஷம் பொறுத்து, 24 வருஷம் பொறுத்து, இது 25வது வருஷம். ஒரு நாள் கூட அவங்கள வெளியே அனுப்புறதே இல்லை. யாருக்கும் பரோல் கிடையாது, எதுவுமே கிடையாது. அப்படி பார்த்தா இவங்க 3 ஆயில் 4 ஆயிலுன்னு கூட கணக்கு போடலாம். ஆனால் இருந்தாலும் அந்த ராஜீவ் காந்தின்ற ஒரு பேரை வச்சுக்கிட்டு சட்டத்துக்கே அடங்காத ஒரு புது சட்டத்தை உருவாக்க எல்லாரும் முயற்சி பண்ணுறாங்க. இப்போ ஸ்டேட்டு வந்து எங்கள் தமிழ்நாடு ஸ்டேட்டு வந்து உரிமை கேட்குது. எங்களுக்கு தான் உரிமை இவங்களை விடுதலை பண்ணுறதுக்கு, நாங்கள் அறிவிச்சிட்டோம்னு சொல்கிறாங்க. நிறைய கவர்மெண்ட்லாம் வந்து நிறைய மாநிலங்கள்லாம் வந்து ஸ்டேட்லாம் வந்து உரிமை கேட்குறதா மத்திய சுப்ரீம் கோர்ட்டில் உரிமை கேட்டு கேஸ் போட்டுக்கிறதா சொல்கிறாங்க எல்லாருமே. எங்களுக்கு தான் உரிமை அப்படின்னு. ஒரு ஸ்டேட்டுக்கு இந்த உரிமை தராத சென்ட்ரல்கிட்டே எல்லா பவரையும் வச்சுக்கிறதுக்கு ஸ்டேட்டு உரிமைன்னு எதுக்கு சொல்லணும்? என்ன இருக்குது? எதுவுமே இல்லை. அப்போ அவங்க சுதந்திரத்தில் இவங்க எப்படி தலையிட முடியும்? சென்ட்ரல் கவர்மெண்ட்ல ஜெயிலில் அவன் எப்படி நடந்துக்கிறான் அப்படின்றத கண்காணிக்குது ஸ்டேட் தான். போர்டு வச்சு 10 வருஷம் முடிஞ்சவொடனே போர்டு வச்சு எல்லாரையும் ரிலீஸ் பண்ணியிருந்தாங்க. அது சட்டத்தில் அதுதான் இருக்கு. 16 வருஷம் ஆயுள் தண்டனை. நம்ம கிருஷ்ணய்யர் தெளிவாக சொல்றாரு, நான் முதல் கேரளாவுக்கு வந்தது கிருஷ்ணய்யரை சந்திக்கிறதுக்கு தான். அவர் சாகிற அந்த 100வது வயசு வரைக்கும் எங்கள் அறிவுக்கு அவன் விடுதலை ஆகிறதுக்கு குரல் கொடுத்துட்டே இருந்தார். அது ஒரு புத்தகமாக கூட போட்டிருக்கிறோம். அவர் எல்லாருக்கும் வந்து லெட்டர் எழுதியிருக்கிறார், இவன் இன்னசென்ட்டு, இவனை வந்து ரிலீஸ் பண்ணணும் அப்படின்னு. அவர் சொல்கிறார் 14 வருஷம் தான் ஆயுள் அப்படின்னாக்கா 10 வருஷத்துலேயே போர்டு வச்சு ரிலீஸ் பண்ணலாம். 8 வருஷம் ஆனாவே அவன் குடும்பமெல்லாம் நாசமாயிடுது ஒருத்தனை சிறையில் போட்டா. இங்கே என்ன ஒரு வேடிக்கை நம்ம நாட்டிலனா, செத்தவங்களை பற்றி மட்டும்தான் பேசுகிறாங்க. எப்பவுமே செத்தவங்களை பற்றி மட்டும் பேசுகிறாங்க. அதை சாகடிச்சவங்க அவதானான்றது கடைசி மட்டும் முடிவு பண்ணுறதே இல்லை. எந்த ஒரு அப்பாவி கிடைக்கிறானோ அவன் மேலே பழியை போட்டுடுறாங்க. அடுத்து அவன் ஃபேமிலி, அவன் குடும்பம் என்ன ஆகும் அப்படின்றத பற்றி யாரும் கவலைப்படுறதே இல்லை. இப்போ ராஜீவ்காந்தி செத்துட்டாரு, அவரோட 18 பேர் செத்தாங்க. ஆனால் அந்த 18 பேருக்கு எங்கடா சுடுகாடு இருக்கா? ராஜீவ்காந்திக்கு மட்டும் தமிழ்நாட்டிலேயும் ஒரு பெரிய சுடுகாடு இருக்குது, டெல்லியிலையும் ஒரு பெரிய சுடுகாடு இருக்குது. அவரோட தானே அந்த 18 பேரும் செத்தாங்க. அவங்களும் அப்பாவிங்க தானே அந்த குண்டு வெடிப்பில். அவங்கள பற்றி பேசுகிறாங்களே தவிர அவங்களுக்காக எதுவும் செய்யலை. செய்யலைன்னும் போது என்ன அர்த்தம்? அந்த உயிருக்கெல்லாம் மரியாதை இல்லையா? அந்த உயிருக்கெல்லாம் மரியாதை தான். நாங்கள் முதல்லேருந்தே கேட்குறது என்னன்னா, என் பையன் அந்த கொலையில் தொடர்பு இருக்குதா? என் பையனுக்கு இருக்கா? என் பையனுக்கு இல்லை. அப்போ என் பையனுக்கு எதுக்கு தண்டனை? முடியாது. நாங்கள் என்கொயரின்னு கூப்பிட்டு வந்து கேஸை ஃபைல் பண்ணிட்டோம், அவன் இந்த செக்ஷன் அவன் மேலே போட்டுட்டோம் அப்படின்னு சொல்கிறாங்க. சட்டத்தில் என்னன்னு இருக்கு? கடைசி நிமிஷம் அவன் நிரபராதின்னு தெரிஞ்சா ரிலீஸ் பண்ணிடலாம் அப்படின்னு கூட சட்டத்தில் இருக்கு. ஆனால் என் பையனுக்கு இந்த கொலையை பற்றி தெரியாதுன்னு சொல்கிற அதிகாரி சொன்னாலும் இல்லை, நீதிபதி வெளியே விடலான்னு சொன்னாலும் இல்லை, சிபிஐயே இவன் இத்தனை ஆண்டு இருந்துட்டான், இவனை வெளியே விடுறதுல எங்களுக்கு எந்த ஆட்சேபனையும் இல்லைன்னு சொன்னால் கூட வெளியே விட மாட்டேன்றாங்கன்னா என்ன காரணம்? ராஜீவ்காந்தி. ஆக நாம் எல்லாருமே கேட்க வேண்டியது என்னன்னா, இந்த வதசிக்ஷா தண்டனை அப்பாவிங்களுக்கு தான் கிடைக்குது.
எச்சரிக்கையாக கொலை பண்ணுற யாருக்குமே இந்த தண்டனை கிடைக்கிறதே இல்லை. திட்டம் போட்டு கொலை பண்ணுற யாருக்குமே இந்த தண்டனை இது வரைக்கும் கிடைக்கல. ஒன்று இவங்களை சாகடிச்சிட்டா, இவங்களை ஆயுள் பூரா ஜெயிலில் வச்சுட்டா யாருமே கொலை பண்ண மாட்டாங்களா? எங்கேயுமே கொலை நடக்காதா? அதுக்கு யாராவது உறுதி கொடுக்க முடியுமா? இல்லை. தினம் கொலை நடந்துக்கிட்டு தான் இருக்கு. அப்போது தினம் கொலை நடக்கும்போது இவங்களை எதுக்கு ஆயுள் பூரா வைக்கணும்னு அந்த வக்கரமான ஒரு தீர்ப்பு இவங்க மேலே சொல்லணும்? அதுக்கு காரணம் ராஜீவ் காந்தி தான். ஆக காந்திக்கு கிடைக்காத அந்த ஒரு நீதி கூட ராஜீவ் காந்திக்கு கொடுக்கணும் அப்படின்னு நினைக்கிறாங்க. இந்த வழக்கில் இதுதான் ஒரு முக்கிய இதுவே. இந்த நாடகத்தை சீடியாக போட்டு என்கிட்ட கொண்டாந்து தம்பிங்கெல்லாம் கொடுத்தாங்க. நான் பார்த்தேன். உண்மையிலேயே என் மகனோட அந்த கொடுமையான அந்த நிகழ்வுகளை இவங்க நாடகமாக நடத்துங்க பார்க்கும்போது எனக்கு மறுபடியும் அந்த வேதனை. ஒரு சின்ன அடி கூட என் பையனை அடித்து நான் வளர்த்ததே இல்லை. எங்கள் வீட்டுக்காரர் ஒரு வாத்தியார். எல்லா பிள்ளையும் நல்லா இருக்கணும்னு பாடம் சொல்லி கொடுத்து ஒழுங்கை சொல்லி கொடுத்தவர், ஒழுக்கத்தை சொல்லி கொடுத்தவர் எங்கள் வீட்டுக்காரர். இவன் எப்பவுமே இந்த கேஸில் இவனை என்கொயரின்னு கூட்டின்னு போகிற வரைக்கும் ஒரு சின்ன தப்பு செய்தான்னு கூட யாராலையும் சொல்ல முடியாது. 25 வருஷமா ஜெயிலில் இருக்கிறான். இன்னைக்கு வரைக்கும் சூப்பரண்டு, டிஜிபி, டிஐஜி யாருனாலும் கேட்டுக்குங்க, அறிவு சிறைக்கு புறம்பா ஒரே ஒரு செயல் செய்தான் கூட இன்னைக்கு வரைக்கும் சொல்ல முடியாது. அப்போ ஒழுங்கா இருக்கிறவன், நல்லவனா இருக்கிறவனுக்கு இந்த நாடு கொடுக்குற தண்டனையாது. அப்போ எப்படினாலும் தப்பு செய்யலான்றவங்களாம் சுதந்திரமா நல்லா இருக்காங்க. ஒழுங்கா இருக்கிற ஒரு பையனோட வாழ்க்கையா இருக்கிறதுல அப்படி என்ன குரூரம் அவங்களுக்கு கேட்டால் ராஜீவ் காந்தி கேஸ் அதில் தான் இப்போ எல்லாமே நிற்குது. அப்போ நாமெல்லாம் கேட்கக்கூடிய அந்த கட்டாயம் வருது இல்லை, ராஜீவ் காந்தினா தனி சட்டம் எதுனா போட்டிருக்கீங்களா அப்படின்னு கேட்கக்கூடிய கட்டாயம் வருது. ஸ்டேட்டுக்குன்னா என்ன உரிமை அப்படின்னு கேட்கக்கூடிய கட்டாயம் வருது. ஆயுள்னா 7.5 வருஷத்துலாம் வெளியே விட்டீங்களே, அப்போ அவங்களெல்லாம் கொண்டாந்து உள்ளே போட்டுருவீங்களா? ஆயுள் தண்டனைனா எல்லாமே ஆயுள் தண்டனை தானே அப்படின்னு கேட்கக்கூடிய காலம் வருது. இந்த செக்ஷனை போடுற போலீஸ்காரங்களை அநியாயம் பண்ணிடுறாங்க ஆரம்பத்திலேயே. இவங்களை வெளியே விடலாம், விடக்கூடாது அப்படின்னு அவங்க முடிவு பண்ண உடனே வெயிலில் வர செக்ஷனும் வெயிலில் வராத செக்ஷனை போட்டு இங்கேயே நாசம் பண்ணிடுறாங்க. கேட்டால் என்ன சொல்கிறாங்க, எல்லாரும் மீடியா முன்னால் உக்காந்துக்கிட்டு உச்ச நீதிமன்றமே, அதாவது சுப்ரீம் கோர்ட்டே இவங்களை குற்றவாளின்னு சொல்லிடுச்சு, அப்புறம் நீங்கள் என்ன நிரபராதின்னு சொல்கிறதுன்னு நம்மளை கேட்குறாங்க. இப்போ உச்ச நீதிமன்றம் அவங்கள தீர்ப்பு சொல்லிடுச்சுனாக்கா, உச்ச நீதிமன்றமாக இருக்கிற நீதிபதிகளும் மனிதர்கள் தான், அவங்களுக்கும் சூழ்நிலை இருக்குது. அவங்களாம் தப்பே பண்ண மாட்டாங்களா? 12 நீதிபதிகள் 2012 ஸ்டேட்மெண்ட் கொடுத்துக்கிறாங்க. நாங்கள் கொடுத்த தீர்ப்பு தப்புன்னு நாங்கள் இப்போ உணர்கிறோம், ஆனால் அதில் 2-3 பேர் தூக்கிலேயே போட்டாங்க அப்படின்னு வருத்தம் தெரிவிச்சுக்கிறாங்க. ஆக இந்த சூழ்நிலையெல்லாம் இருக்கும்போது வத சிக்ஷா, மரண தண்டனை எதுக்கு? டெத் பெனால்ட்டி எதுக்கு? எந்த தப்பாக இருந்தாலும் ஒரு மனிதன் திருந்தி வாழறதுக்கு. இவன் திடீர்னு ஒரு கொலை பண்ணுறான், ஆனால் அரசு திட்டமிட்டு இன்ன தேதிக்கு இத்தனை மணிக்கு அவனை எல்லாம் சுத்தம் பண்ணி, இப்போ நீங்கள் எல்லாம் பார்த்துருப்பீங்க மரண தண்டனை எப்படிலாம் நிறைவேற்றுறாங்கன்னு. அது எவ்வளோ பெரிய கொடுமை! அவனை கூட்டிகிட்டு போய் தூக்கில் போடுறாங்கன்றது எவ்வளோ பெரிய கொடுமை. அந்த தண்டனை எதுக்கு? நம்ம நாகரிகம் வளர்ந்துருச்சு, இப்போ எவ்வளோ டெவலப் ஆகிடுச்சு. இப்போ டெவலப் ஆன பின்னாடி அந்த எதுவுமே இல்லாத காட்டு மிராண்டி காலத்துக்கே நாம் திருப்பவும் போகிறோன்றது எவ்வளோ பெரிய வெக்கமான விஷயம். இதெல்லாம் யோசிக்கணும். இதெல்லாம் இந்த நாடகத்தில் எல்லாம் காட்டுறாங்க. அறிவா நடிக்கிறாரு ஒரு தம்பி ஜான்சன் இகரானு. அவர் சைக்கிள் நல்லாவே விடுறாரு. நான் சீடியில் பார்த்தேன். லவ்வரை உட்கார, என் பையனுக்கு லவ்வரே இல்லை, ஆனால் இவங்க அதை கற்பனையாக வச்சுருக்காங்க. லவ்வரை உட்கார வச்சுட்டு ரொம்ப நல்லா விடுறாரு. அதை நான் பார்த்தேன். லதான்றவங்க எனக்கு அம்மாவாக நடிச்சிருக்காங்களாம், அதையே நான் பார்த்தேன். அவங்க ரொம்ப சத்தமாக அவங்க ஆற்றாமையை வெளிப்படுத்துகிறாங்க, அந்த முடியாத தன்மையை அவங்க வெளிப்படுத்துகிறாங்க. உண்மையிலேயே நல்லா இருக்குது. அதை புத்தகமாக ஆக்கிறதுன்றது, அதுவும் எத்தனையோ வரலாறுகள்லாம் புத்தகமாக இருக்கலாம். ஆனால் எல்லார் மனசுலையும் இவன் ஒரு இன்னசென்ட்டு, இந்த கேஸ் ரொம்ப மோசமாக போகுது அப்படின்றதுனால இதை வெளிப்படுத்தணும் அப்படின்னு சொல்லி இதை புத்தகமாக பண்ணி இருக்கிறது உண்மையிலேயே எனக்கு ரொம்ப மகிழ்ச்சியாக இருக்குது. அருணன் மாஸ்டர் அவர் தான்
பேச போகிறாரு இந்த நாடகத்தை பற்றி, இந்த புக்கை பற்றி எல்லாம் சொன்னாங்க. எனக்கு கொஞ்சம் இந்த பேருங்கெல்லாம் மனப்பாடம் பண்ணுறது தகராறாக இருக்குது. அதனால் யார் பேரையும் சொல்லன்னு கோவப்பட வேணாம், மன்னிக்கணும். எல்லாருக்கும் நான் நன்றி சொல்லிக்கிறேன். இதில் என்னென்னா இந்த ஹிட்ஸ் கோழிக்கோடு அந்த டீம் தான் இதில் நடிக்கிறதா சொல்கிறாங்க. அவங்களும் பரதம் நாடக குழுவும் சேர்ந்து தான் இந்த புத்தகத்தை வெளியிடுறாங்க. உண்மையிலேயே ரொம்ப மகிழ்ச்சியாக இருக்குது. கேரள மக்கள் இந்த கேஸை புரிஞ்சுக்கின அளவுக்கு தமிழ்நாட்டு மக்கள் இன்னும் புரிஞ்சுக்கலன்றதை நான் சொல்லித்தான் ஆகணும். நான் ஆரம்பத்தில் வரும்போதே நான் பேசுகிறத விட இந்த கேஸை பற்றின விவரத்தை இங்கே உள்ளவங்க தான் நிறைய பேசினாங்க. எனக்கு மகிழ்ச்சியாக இருந்தது. உண்மைகள் வெளிப்பட்டும் எல்லாரும் பேச தொடங்கியும் அது உச்சநீதிமன்ற காதுக்கெல்லாம் கூட போயிருக்கோம். ஆனால் அவங்க வீம்புக்கு இனிமேல் இது மாதிரி செய்யக்கூடாது, சட்டத்தை சட்டமாக பார்க்கணும், நீதி எல்லாருக்கும் சமன்றதை அவங்க நிலைநிறுத்தணும் அப்படின்னு நான் சொல்கிறேன். நீங்கள் எல்லாரும் இவன் விடுதலைக்கு நீங்கள் எல்லாரும் எனக்கு ஒத்துழைப்பாக இருக்கணும். இது பேரறிவாளர் விடுதலைக்கு மட்டும் இல்லை, இது மாதிரி நாளைக்கு பாதிக்கப்பட போகிற அப்பாவிங்களுக்கும் நீங்கள் துணை இருக்கிறதா அர்த்தம். அந்த வேண்டுகோளை வச்சு முடிச்சுக்கிறேன். வணக்கம். 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക ഗോഡ്സെക്ക് വേണ്ടി ഇപ്പോൾ ക്ഷേത്രവും അതോടൊപ്പം തന്നെ പ്രതിമകളും ഉരുക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പേരറിവാളൻ്റെ അമ്മ പറഞ്ഞതൊക്കെയും നെഞ്ചേറ്റി വാങ്ങാൻ മനസ്സൊരുക്കം നടത്തുന്നവരാണ് ഞങ്ങൾ. അതിന് ഒരുപാട് അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത് വർത്തമാനം പറയുന്നതിലേക്കായി പ്രിയങ്കരനായിട്ടുള്ള ഈ നാടകത്തിൻ്റെ സംവിധായകൻ, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ രാജേഷ് ഇളത്തിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാസംഗികനല്ല, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പേരറിവാളനെയും ഈ അമ്മയെയും ഇന്ന് കേരളത്തിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലെ ഓരോ കുഞ്ഞു മക്കൾ തൊട്ട് 90 വയസ്സായ അപ്പനപ്പൂപ്പന്മാർ വരെ അറിയും എന്ന് പേര് അറിവാളൻ ബോൺ ഡെത്ത് 1991 എന്ന നാടകത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഈ നാടകത്തോടൊപ്പം സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഇന്ന് ഈ നാടകം 160ഓളം സ്റ്റേജുകൾ കേരളത്തിൽ കളിച്ചു കഴിഞ്ഞു. ഈ വേദികളിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച്. ഒരു മനുഷ്യാവകാശ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നൊന്നും കൃത്യമായി അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എവിടെ ചെന്നാലും എൻ്റെ ഫേസ്ബുക്കിൽ വരുന്ന ഇന്ന് തന്നെ ഒരുപാട് കമൻസുകൾ ഒക്കെ വന്നു. ഞാനിട്ട ഒരു പോസ്റ്റിന് അതിനകത്ത് വന്നിരിക്കുന്ന കമൻസുകൾ ഇങ്ങനെയാണ്: പേരറിവാളനെയും അർപ്പുതമ്മാളനെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളാണ്, ഹേമന്ത് കുമാറാണ്, രാജേഷ് ഇളമാണ്, ഹിറ്റ്സ് കോഴിക്കോടാണ് എന്നാണ് വന്നിരിക്കുന്ന ഒരുപാട് കമൻസുകൾ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വിഷമമുണ്ട്, മറ്റൊന്നുമല്ല. ഇതൊരു വലിയ ചടങ്ങാക്കണമെന്നും അതോടൊപ്പം തന്നെ ഇതിന് നല്ലൊരു ഒരു പുറത്തേക്ക് മീഡിയകളിലൂടെ നല്ലൊരു പരസ്യം കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഈ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഒരു പീഡന കേസിലെ പ്രതിയുടെ ഒരു അമ്മയായിരുന്നു ഇന്നിവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ ഇവിടെ മൊത്തം ചാനലുകാരെ കൊണ്ട് നിറയുമായിരുന്നു. ഇന്നലെ ശരിക്കും ഇതിൻ്റെ സംഘാടകർ പ്രസ് മീറ്റിംഗ് വിളിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ പരിപാടി എന്ന ഒരു കോളത്തിൽ അവിടെ ഇവിടെയും ഏതൊക്കെയോ പത്രങ്ങളിൽ ഒരു മൂലയ്ക്ക് മാത്രമാണ് ഈ വിഷയം ഒന്ന് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വോഡാഫോൺ കോമഡി സ്റ്റാർസിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിംഗറിലോ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ നിറയുന്നത്. പക്ഷേ മലയാളത്തിലെ ഈ പത്ര മാധ്യമങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ അമ്മയോട് ക്ഷമ പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഈ നാടകം ശക്തമായി ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഉള്ള മേഖല നാടകം മാത്രമാണ്. ഒരു മീഡിയസിൻ്റെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. പേരറിവാളിനെ പോലെ നാളെ ഫുലൻ ദേവി എന്ന് പറയുന്ന മറ്റൊരു ശക്തമായ കഥാപാത്രമായാണ് ഹിറ്റ്സ് കോഴിക്കോട് വരുന്നത്. ശക്തമായി തന്നെ നിങ്ങൾക്ക് സമാന്തരമായി തന്നെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ മുൻപിലേക്ക് ഈ മകൻ എത്രയും വേഗം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അരുണൻ മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലെ വളരെ ആദരണീയായ അമ്മ രാജേഷ്, നമ്മുടെ ഹേമന്ത്, ലിഷോയ് തുടങ്ങി പ്രശസ്തരെ, പ്രഗത്ഭരെ, സ്നേഹിതരെ സമയം കളയുന്നില്ല. വളരെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്
എന്ത് എവിടെ സംസാരിച്ചാൽ വളരെ അപകടമാണ്. കോടതിയിൽ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് വധഭീഷണി എന്നിട്ടുണ്ട് നെറ്റടിച്ചിരുന്നു. പിന്നെ നമ്മളെപ്പോലുള്ള പാവ ആൾക്കാർക്ക് വരുന്ന ഭീഷണിയെ സംബന്ധിച്ചും ആലോചിച്ച് പോയി സത്യം പറയരുതെന്നർത്ഥം. എനിക്കിവിടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വാസ്തവത്തിൽ ഇവിടെ സാഹിത്യ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ടിക്കറ്റ് വെച്ച് കഴിച്ചപ്പോൾ അത് ഇത് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാർ ഉള്ളിലേക്ക് പറഞ്ഞയച്ചിട്ട് മറച്ചിരുന്ന മറവിയും കൂടെ കണ്ടവരുടെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മിക്കവാറും ഒരു 30-35 പ്രൊഫഷണൽ നാടകങ്ങൾ കാണും. മറ്റേ നമ്മുടെ പുതിയ ട്രെൻഡിലുള്ളതുകളും കാണും. സലൈവ, മിൽക്ക് ഷേക്ക്, ബസ് ഓടിച്ചോടിച്ച് ഇതൊക്കെ ഞാൻ കാണും. നാടകം ഒരു രസമാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വിഷയങ്ങളെടുത്ത് സാമൂഹികമായ ഒരു പ്രതിബദ്ധത നാടക സംവിധായകനും നാടകത്തിനും ഉണ്ട് എന്ന് പ്രേക്ഷകരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി വരുന്ന ഒരൊറ്റ നാടകത്തെ ഉള്ളൂ, അത് ഹേമന്ത. ഈ പ്രൊഫഷണൽ നാടക മത്സരത്തിന് എല്ലാ പേരും അവർ അന്ന് വരെ എഴുതിയിരുന്ന നാടകങ്ങളൊക്കെ വെട്ടിത്തിരുത്തി ഒക്കെ അയച്ചു. ഒരു പ്രാവശ്യത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിന് ആകപ്പാടെ തെരഞ്ഞെടുത്ത 7-8 നാടകങ്ങളിൽ 3 ഹേമന്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, പ്രൊഫഷണലായിട്ടുള്ളവർ കേരളത്തിലെ മൊത്തം. അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സംഗീത നാടക അക്കാദമിയുടെ മുൻപിൽ ഈ പക്ഷപാതത്തിനെതിരായിട്ട് ഒരു സമരം നടക്കുന്നുണ്ട്, ധർണ. അത് മാഷൊന്ന് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. അപ്പം അന്ന് ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, അതുകൊണ്ടാണ് പറഞ്ഞത് മാഷൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാനത് ഉദ്ഘാടനം ചെയ്യില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ എല്ലാ പ്രൊഫഷണൽ നാടകങ്ങളും കണ്ടാണ് ഞാൻ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന 3 നാടകങ്ങൾ അത് ഹേമന്തിൻ്റെ. പിന്നെ എങ്ങനെയാണ് ഉദ്ഘാടനം? പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് മിക്കവാറും പ്രൊഫഷണൽ നാടക മത്സരത്തിനൊക്കെ അവാർഡ് കൊടുക്കുന്ന വേളയിലൊക്കെ തന്നെ ഞാനുണ്ടാവുന്നുണ്ട്. എല്ലാ അവാർഡും സാധാരണ രൂപത്തിൽ പഴയ കാലത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കരയ്ക്ക് പോയിരുന്നു കുറച്ചൊക്കെ. ഇപ്പം അത് ഹേമന്തിനാണ്. ആരും വലുത് ചെറുതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ന് വരെയുള്ള ഈ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ സമൂഹം ആവശ്യപ്പെടുന്നതൊക്കെ നമ്മളാരും ആവശ്യപ്പെടുന്നില്ല അല്ലേ? ഞാൻ ഈ ഇതിൻ്റെ കഥയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അർബുദമ്മ ക്ഷമിക്കണം, കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം നമ്മളൊക്കെ തന്നെ മൗനമുദ്രിതങ്ങളായ അക്ഷരങ്ങളുമായിട്ട് ഇങ്ങനെ തിയേറ്ററുകളിൽ വെറുതെ കയ്യും കിട്ടിയിരിക്കുമ്പോൾ ശങ്കുടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മളുടെ ഈ നിസ്സംഗതയ്ക്കെതിരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, ഈ മൗനമൊന്നും ലംഘിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാത്ത നമ്മളെ നോക്കി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം കത്തിച്ചു. കേരള മനസ്സ്, സമൂഹ മനസ്സ് വളരെ പിറകിലാണ്. പഴയ കാലത്ത് നമ്മൾ നേടിയെടുത്ത് പറയുന്നതൊക്കെ നമ്മൾ പണയം വെച്ചു. ഒരു പ്രതിഷേധമില്ല, ഒരു പ്രതിരോധമില്ല. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഐദർ ലൈഫ് ഇംപ്രിസൺമെന്റ് ആകട്ടെ, ഡെത്ത് പനിഷ്മെന്റ് ആകട്ടെ, ക്യാപിറ്റൽ പനിഷ്മെന്റ് ആകട്ടെ, എക്സിക്യൂഷൻ ആകട്ടെ, എന്ത് വേണമെങ്കിലും നടത്തിക്കോ, ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്നുള്ള രൂപത്തിൽ പൗരബോധം അങ്ങേയറ്റം അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് ഹേമന്ത് കുമാറിന്റെ പേര്. അൽവാളൻ, ബോൺ ഡെത്ത് 1991. നാടക പ്രേമികളെ, ഞാനൊരു 20 ദിവസമായിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എൻ്റെ കിഡ്നി റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സദസ്സിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ശബ്ദം വരെ മാറി. ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അമ്മ ഇവിടെ ദൃശ്യേഷം നാടകം അവതരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കൽ ഞാൻ കണ്ട നാടകമാണ്. ഞാൻ ടൗൺ ഹൗസിൽ ഒരിക്കൽ ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ നാടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നീതി കാണിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നീതി കാണിക്കുന്നു. ആദ്യത്തെ പ്രത്യേകത, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള അഴകപ്പൻ, ഒരു തമിഴും മലയാളം ഞാൻ വേർതിരിച്ച് പറയല്ല, ഒരു തമിഴ് കലാകാരനായിട്ടുള്ള നമ്മുടെ മലയാളം ഡയറക്ടർ കൂടിയായിട്ടുള്ള സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള അഴകപ്പൻ ചേട്ടനാണ് ആദ്യമായിട്ട് ഇതിൽ തിരികൊളുത്തിയത് 1 വർഷം മുൻപ്. അതിനുശേഷം 165ഓളം സ്റ്റേജുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ നാടകം. പിന്നീട് ഈ നാടകത്തിന് പുസ്തകമാവുന്നതെന്ന് കേട്ടപ്പം എനിക്ക് തോന്നുന്നു ഐസിയുവിൽ നിന്നാണെങ്കിൽ നമ്മുടെ വരുമായിരുന്നു. ഐസിയുവിൽ നേരിട്ട് വരികയാണെങ്കിൽ, കാരണം എന്നെപ്പോലെ തന്നെ നിങ്ങളും ഈ ഹേമന്ത് കുമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാജേഷ് പിള്ള എന്ന് പറയുന്ന ആ ചെറുപ്പക്കാർ, ഞാനെപ്പോഴും രാജേഷിനെ പറയാൻ സുന്ദരനായ നാടക സംവിധായക എന്നാണ് പറയാറുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു.
ആ സൗന്ദര്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ഈ കർട്ടൻ പൊങ്ങിയാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് രാജേഷിന്. ഹേമന്തിൻ്റെ അക്ഷരങ്ങളെ ഞാൻ എന്നും പൂജിക്കുന്ന ആളാണ്. കഴിഞ്ഞ തവണ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേമന്ത് എനിക്കൊരു സ്ക്രിപ്റ്റ് തരും. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഹേമന്ത് എനിക്കൊരു സ്ക്രിപ്റ്റ് തരും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി. നാടകം എനിക്കറിയില്ല, നാടകം അവിടെ ഇരുന്ന് കാണാൻ മാത്രമേ എനിക്കറിയുള്ളൂ, നാടകം ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ നാടകത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ 2 നാടകം കാണാനുള്ള ഭാഗ്യമായിട്ട് ഉണ്ടായിരുന്നു. ഒന്ന് പേരറിവാളൻ നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ നമ്മൾ പേരറിവാളൻ്റെ അമ്മ എന്ന നാടകം നമ്മൾ കണ്ടു. പേരറിവാളൻ്റെ എന്താണ് പേരറിവാളൻ? ഒരു അപ്പാവി പയ്യനവർ, അവരെ പപ്പാവിതാവനും പാവപ്പെട്ട കുട്ടിയായിരുന്നു അവൻ. ഞാൻ ഇതുവരെയൊക്കെ അവനെ അടിക്കല് ഒന്നുമേ അവൻ തപ്പ് പണില്ല. അവര് ചോട്ടന്ന് വന്നപ്പോൾ നമ്മൾ വല്ലാതെ, നമുക്കെല്ലാം തമിഴ് അറിയാം. നേരത്തെ ഭരതത്തിൻ്റെ സംഘാടകരൊക്കെ പറഞ്ഞതുപോലെ തമിഴ് അറിയാതെ തമിഴ് നമുക്കറിയാം, മനസ്സിലാവും, ഭാഷയില്ല. അപ്പം അവർ പറഞ്ഞ ചില വാക്കുകൾ അറിയാതെ ഞാൻ എഴുതിപ്പോയി. എൻ പയ്യൻ അപ്പാവി അവന് ദണ്ഡന വരക്കൂടാതെ, കടവുളെ കണ്ടിപ്പോൾ അവന് ദണ്ഡന വരക്കൂടാതെ. നമുക്ക് നാടകം കാണുമ്പോൾ ശരിക്കത് ബോധ്യമാവും. എന്തായാലും ഞാനിവിടെ വന്നത് അമ്മാവെ കാണാൻ. அம்மா நீங்கள் பேசுறதுக்கு கேட்கறதுலாம் வந்து ரொம்ப அருமான நீங்கள் பேசினேன். எனக்கு ரொம்ப டைம் இருந்தால் இனியும் நீங்கள் பேசணும்னு எங்களுக்கு ஆசை இருந்தேன். டைம் இல்லை, எல்லாம் ட்ராமா பார்க்கறதுக்காக வந்தேன். இங்கே திருச்சூரெல்லாம் 10 மணிக்கு மேலே போகிறதுக்கெல்லாம் ரொம்ப கஷ்டம், போய் வர்றதுக்கெல்லாம். அதுக்காக இல்லைன்னா 2 மணி வரை நீங்கள் பேசினாலும் நாங்கள் கேட்டுட்டு இருக்கோம். ஒன்று, പേരറിവാളൻ എൻ്റെ അമ്മ പ്രസവിച്ച ഒരു സഹോദരനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അതിന് ഹേമന്തും രാജേഷും സംഗീത സംവിധായകനും മനോഹരമായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധായകനും അഭിനേതാക്കളും ബാക്കി എല്ലാ ടെക്നീഷ്യൻസും ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തു. തമിഴ് നാടക പ്രവർത്തകൻ കൂടിയായിട്ടുള്ള പ്രിയങ്കനായിട്ടുള്ള സ്നേഹിതൻ സാംരാജിനെ പ്രസംഗിക്കുന്നതിലേക്കായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു 3 മിനിറ്റിൽ സംസാരിച്ചെത്തിയിരിക്കും. പൂരങ്ങളിൽ നാടാകിയ തൃശ്ശൂരിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വേദിയിൽ മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നത്. പേരറിവാളനെ കുറിച്ച് ഒരു നാടകം നടക്കുന്ന സമയത്തിൽ ഈ സംസാരം എൻ ഭാഗ്യമാണ്. തമിഴ്നാട്ടിൽ പേരറിവാളനെ കുറിച്ച് കുറേ ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, പുസ്തകങ്ങൾ ഉണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു നാടകം വന്നിട്ടേയില്ല. നിങ്ങളുടെ ഈ സ്നേഹത്തിൻ, ഈ കടപ്പാടിന് മുൻ ഞാൻ വളരെ ബഹുമാനത്തോട് കീഴടങ്ങുന്നു. അത് 1960 വർഷം തമിഴ്നാട്ടിൽ വേളൂർ ജയിലിൽ ഒരു 10 വയസ്സ് പെൺകുട്ടി ഒരു സമരത്തിന് വേണ്ടി അകത്തായ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നു. അച്ഛനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടി ജയിൽ വാതിലുകളോട് ഞാൻ ഒരു ദിവസം തിരിച്ച് വരുമെന്ന് കുസൃതിയായി പറയുന്നു. ആ കുട്ടി അപ്പോൾ അറിഞ്ഞിട്ടില്ല, കുറേ കാലത്തിന് ശേഷം താൻ തന്നെ ആ രാജ്യത്തിന് ഉള്ള മിക്കവാറും ഉള്ള ജയിൽ മതിലുകളിൽ ഒരു കറച്ചൽ ചിത്രമായി നിൽക്കാൻ പോകുന്നു. 25 കൊല്ലമായിട്ട് ഈ അമ്മയിൽ ന്യായം വേണ്ടി നടക്കുന്നു. വേളൂർ ജയിൽവാദിൻ തൊട്ടടുത്തുള്ള വലിയ മരങ്ങളിൽ ഒരുപാട് വവ്വാലുകളുണ്ട്. ആ പാലോട്ടികൾക്ക് തീർച്ചയായിട്ടും അറിയാം ഈ അമ്മയിൻ വേദന. തലയിലായി തൊങ്ങുന്ന ആ വവ്വാലുകൾക്ക് ഒരു അമ്മയും ഉണങ്ങാതെ കണ്ണീരും സ്നേഹവും അറിയാം. ഈ ഭൂമിയിൽ നേരായിട്ട് നടക്കുന്ന കരുതുന്ന കുറച്ച് മനുഷ്യന്മാർക്ക് ഇന്ന് വരെ അറിഞ്ഞിട്ടേ ഇല്ല ആ അമ്മയും ന്യായവും വല്ലാതെ വേദനയും വാത്സല്യം നന്ദിയാണ്. പ്രിയപ്പെട്ടവരെ, നാടകം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഒരു നാടകാചാര്യൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അസ്ഥാനത്തുള്ള ഒരു അക്ഷരചിഹ്നം ജയപ്രകാശ് കുള്ളൂർ മാഷിൻ്റെ ഒരു ഭാഷ്യം. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ വരെയുള്ള കൊച്ചു തിരക്കുകൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അബി ഇന്നലെ വരെ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അബി പറഞ്ഞത് ടീച്ചർ കയറിയിരിക്കണമെന്ന്.
ഭരതനാടകവേദിയുടെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ കൂട്ടുകൂടുന്നത് കൊണ്ട് ഇതവരുടെ അവകാശമാണെന്ന് അവർ നിശ്ചയിച്ചു. ഞാനും സമ്മതിച്ചു. ഈ ആശ്ചര്യചിഹ്നം വളരെ സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങുന്നു. ഞാൻ വന്നത് അർപ്പണം പറഞ്ഞെന്ന ഈ അമ്മയൊന്ന് തൊടാനാണ്, കാണാനല്ല. കാരണം ഈ അമ്മയെ എത്രയോ കാലമായി ഞാൻ മനസ്സിലേറ്റി നടക്കുന്നതാണ്. ഈ അമ്മയോട് കൂടെ അവിടെ നിന്ന് ഞാൻ വരുന്ന സമയത്ത് അറിയാതെ ഞാൻ പതുക്കെ ചോദിച്ചു, ഇവർക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടിയെന്ന്. അവരുടനെ അത് കേട്ട് ഇവരോട് ചോദിച്ചു, ഇവരെന്താ ചോദിക്കുന്നതെന്ന്. അവരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ മകൻ ജയിലിലാണ്, അവനെ പുറത്തു കൊണ്ടുവരണം. അതാണ് സത്യം. ഒരു നേരം ഉണ്ടില്ലെങ്കിൽ, ഉറങ്ങിയില്ലെങ്കിൽ, പറഞ്ഞ സമയത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ വേവുന്നൊരമ്മയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് 25 വർഷമായിട്ട് സ്വന്തം ജീവിതം ഏതോ ഇരുട്ടറിയൽ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരമ്മ, അമ്മയുടെ വേദന മനസ്സിലാകും. അമ്മ ചോദിച്ചത് കേട്ടില്ലേ നമ്മളോട്? എൻ്റെ മകൻ നിരപരാധിയാണ്. മഹാത്മാഗാന്ധിയെ കൊന്നവരെ വെറുതെ വിട്ട നാട്ടിൽ രാജീവ് ഗാന്ധി അതിലും വലുതാണോ എന്ന് ചോദിച്ചു. പണ്ട് കേരള മനസാക്ഷിക്ക് മുമ്പ് ഈച്ചവാര്യൻ എന്നൊരാൾ എറിഞ്ഞു തന്നൊരു ചോദ്യമുണ്ട് ഇപ്പോഴും, എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഈ അമ്മ ചോദിക്കുന്നു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള സകല ജനങ്ങളോടും ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ ഇരുട്ടിലടച്ചിരിക്കുന്നത്? ഇതിന് ഉത്തരം പറയാത്ത വിധം നമ്മുടെ തല താഴ്ന്നു പോയിരിക്കുന്നു. അതിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ, ആ മകനെ പുറത്തു കൊണ്ടുവന്നാൽ അന്ന് നമുക്ക് ഈ അമ്മയുടെ കണ്ണിലേക്ക് നോക്കാൻ ധൈര്യം കിട്ടും. രാജേഷും ഹേമന്തും ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. കാരണം അവർ ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണ്. ഉറക്കെ ഒന്ന് ഒച്ചയിട്ടാൽ, പൊതു സ്ഥലത്തൊന്ന് ആഞ്ഞു തുപ്പിയാൽ, അറിയാത്ത വിധം ഒന്ന് വരച്ചു പോയാൽ, ഒരു വാക്ക് പറഞ്ഞു പോയാൽ തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്ന ഈ സമൂഹത്തിൽ ഒരു തട്ടിൻ്റെ വ്യത്യാസത്തിൽ കലാകാരനും കാണിയുമായി തീരുന്ന, മനുഷ്യനെ കലാകാരനാക്കുന്ന പരകായ പ്രവേശം നടത്തുന്ന വലിയൊരു കലയുടെ ഭാഗമാണ് അവർ. ആ വലിയ കലയെ അക്ഷരങ്ങളിലൂടെ അവർ ഒതുക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. രാജേഷ് പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ്. ഇവിടെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കൊച്ചു കുട്ടിയാണ് വന്നതെങ്കിൽ മാധ്യമങ്ങൾ മുഴുവൻ ഇവിടെ നിരന്നേനെ. ഇവിടെ സിനിമാ പ്രവർത്തകരുണ്ട്. സിനിമയെ ഞാൻ ഒട്ടും കുറച്ച് കാണുകയല്ല. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രഖ്യാപിത ബുദ്ധിജീവി വർഗം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ചെറിയ മൂലയിൽ, ഒരു തെരുവിൽ ഒരു കൊടി ഉയർത്തി നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ ഉപയോഗിച്ച് അങ്ങോട്ട് ഓടിപ്പായുന്ന ഒരു സന്ദർഭത്തിൽ, ഇത്രയും വലിയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഇല്ലെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു സംഗതിയാണ്. പത്രത്തിൽ വേണ്ട വിധത്തിൽ ഒരു വാർത്ത വന്നിരുന്നെങ്കിൽ ഈ സീറ്റുകളിലൊക്കെ ആളുകൾ ഉണ്ടാകുമായിരുന്നില്ലേ? അവർ കാണുമായിരുന്നില്ലേ? അവർ അറിയുമായിരുന്നില്ലേ? എന്തുകൊണ്ടത് സംഭവിച്ചില്ല? അവിടെയാണ് ഞാൻ പറയുന്നത്, കല ഇന്ന് എന്തിനു വേണ്ടിയെന്നറിയില്ല. എങ്കിലും ഞങ്ങളെപ്പോലുള്ള ചിലർ അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, ദൃശ്യങ്ങൾ കൊണ്ട് പടവെട്ടി നോക്കുക തന്നെയാണ് വലിയൊരു കടലിലേക്ക് എന്തും വരട്ടെ എന്നുള്ള വിശ്വാസത്തിൽ. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും മുഷിപ്പിക്കുന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ നാടകം കാണാൻ കാത്തിരിക്കുകയാണ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ ഇംഗ്ലീഷ് അധ്യാപികയാണ്, ഓർമ്മ വന്നത് ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനീസിൽ പോർഷ്യ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പറയുന്ന ഒരു സെൻറ്റൻസുണ്ട്, മേഴ്സി ഈസ് ബ്ലെസ്ഡ് ട്വൈസ് എന്ന്. ആകാശത്തു നിന്ന് ഊർന്നു വീഴുന്ന ചാറ്റൽ മഴ പോലെ ഭൂമിയിലേക്ക് പതിക്കേണ്ട ഒന്നാണ് ദയ. ആ ദയ ഈ അമ്മയുടെ മീതെ പതിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള അമ്മമാർ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ മക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത്? ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ എൻ്റെ മകൻ വരുമോ എന്ന് ആദ്യപ്പെട്ട് ഞങ്ങൾ ഇരിക്കേണ്ടി വരില്ലേ? നെഞ്ചുരുക്കിയിരിക്കാൻ കഴിയേണ്ടി വരില്ലേ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്കത് ചെയ്തേ മതിയാകും. അവതാരികയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു വാചകമുണ്ട്. ഒരു പ്രാവിന് നീതി കിട്ടാൻ വേണ്ടി സ്വന്തം തുടയിൽ നിന്ന് മാംസം മുറിച്ചപ്പുറത്ത് വെച്ച ശിബി മഹാരാജാവിൻ്റെ നാടാണ് ഭാരതം. ആ ഭാരതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. അഭിയോടൊപ്പം, അഭിയുടെ കൂട്ടുകാരോടൊപ്പം, ഭരതത്തിനോടൊപ്പം ഞാനും ആഗ്രഹിച്ചു പോകുന്നു. നാടകം മരിക്കരുത്. നന്മയുടെ ഭാഷയാണ് നാടകം. സല്യൂട്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാവരും നാടകം കാണാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ അമ്മയെ കാണാൻ കഴിഞ്ഞത് അതിൽ സന്തോഷമുണ്ട്. നമുക്ക് നാടകം കാണാം. ഇനി അധികം സംസാരിച്ച സമയങ്ങളില്ല. പത്രപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രിയങ്കരനായിട്ടുള്ള പേരറവാളെ കുറിച്ച് ഒരുപാട് എഴുതിക്കൊണ്ട് നിൽക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള
തമിഴ് പത്രപ്രവർത്തക കവിൻ മലരനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. எல்லாருக்கும் வணக்கம். தமிழை பேசுறதுக்கு மன்னிங்க, உங்களுக்கு புரியும்னு நினைக்கிறேன். ரொம்ப பேச போகிறதில்ல, 2-3 விஷயங்கள் தான். அம்மாவை பற்றி நீங்கள் நிறைய படிச்சிருப்பீங்க, பத்திரிகைகளில் நிறைய கேள்விப்பட்டிருப்பீங்க, டிவியில் நியூஸ்லலாம் பார்த்துருப்பீங்க. அவங்க பேரறிவாளனுக்கு மட்டும் அம்மா அல்ல, தமிழ்நாட்டில் என்னை போல, சாம்ராஜை போல, இங்கே வந்திருக்கக்கூடிய பலரை போல எல்லோருக்கும், பல பேருக்கு வந்து அவங்க வந்து ஒரு ரோல் மாடல். ஒரு ஆக்டிவிஸ்டாக நான் இதை சொல்கிறேன். ஒரு 25 வருஷம் ஒரு விஷயத்தை முன்னெடுத்துட்டு போய் லீகல் ஸ்ட்ரகிள் நடத்தி, ஒரு சட்ட போராட்டம் நடத்தி இவ்வளோ பெரிய விஷயத்தை வந்து சாதிச்சிருக்கிற அம்மா வந்து எங்களுக்கெல்லாம் வந்து ஒரு ரோல் மாடல். நாங்கள் வாழும் காலத்தில் இப்படியான என்னோட ஆய்வில் நான் இருக்கும்போதே இப்படியான ஒரு போராளினா புரியும்னு நினைக்கிறேன் உங்களுக்கு, போராளி பார்க்குறோம் அப்படின்றதே வந்து ரொம்ப மனசுக்கு நிறைவாகவும் சந்தோஷமாகவும் திருப்தியாகவும் இருக்கக்கூடிய ஒரு விஷயம். இன்னொன்று அறிவு, பேரறிவாளன் என்று அறிவு என்று நாங்கள் சொல்லக்கூடிய பேரறிவாளனை பற்றி நீங்கள் நிறைய கேள்விப்பட்டிருப்பீங்க. அவர் ஒரு poet, ஒரு கவிஞரும் கூட. அவருடைய கவிதைகளை வந்து உயிர்வலின்ற ஒரு ஆவணப்படம் வந்திருக்கு, ஒரு டாக்குமெண்ட்ரி ஃபிலிம். அதில் நீங்கள் பார்க்கலாம். நான் முதல் முறையாக அவரை சந்திக்க போன அதை மட்டும் சொல்லி, அந்த ஈவெண்ட்டை மட்டும் சொல்லி நிறுத்திக்கலாம்னு நினைக்கிறேன். அவர் வந்து நான் அம்மா கூட தான் அவரை பார்க்கறதுக்கு போனேன், ஒரு இன்டர்வியூ எடுக்கிறதுக்காக. நான் இந்தியா டுடேல ஒர்க் பண்ணிக்கிட்டு இருந்தேன். அப்போது அவருக்கு யாரெல்லாம் வராங்கன்னு முதலே பேர் கொடுத்துடணும். அம்மா, என்னுடைய பேர், இன்னும் கூட வந்த இன்னொருத்தரோட பேர்லாம் 3 பேருடைய பேர் எழுதி உள்ளே கொடுத்தாச்சு. அவர் பார்த்து சைன் பண்ண பிறகு அப்புறமா எங்களை கூப்பிடுவாங்க. நான் உள்ளே போகும்பொழுது ஐ வாஸ் ஸ்டன்ட் ஆக்சுவலி. அவர் என்னை பார்த்தோன்னே வந்துட்டு ஓகே டெல் மீ ஒரு கொஸ்டின்ஸ் அப்படின்னாரு. ஏன்னா எனக்கு கவின்மலர் அப்படின்ற பேர் மட்டும் தான். அவர் உள்ளே வந்து சிறையில் இருந்துக்கிட்டே எல்லா பத்திரிகைகளையும் வந்து படித்து எல்லாருடைய பெயர்களையும் ஞாபகம் வச்சுக்கிட்டு எல்லாமே அவர் அவ்வளோ அப்டேட்டடாக இருக்கார். உள்ள நீங்கள் அவருக்கு தெரியாத விஷயமே இல்லை. அவருக்கு நீங்கள் எதை பற்றி வேணும்னாலும் பேசலாம், சினிமா, கவிதை, அவருடைய நாலேஜ் இருக்கு. அவர் ஒரு இன்டலெக்சுவல், அது ரொம்ப முக்கியமான விஷயம்னு நான் நினைக்கிறேன். அவர் ஒரு சிறைக்குள்ளேயே அவர் வந்து நிறைய படித்து நிறைய புஸ்தகங்கள் வாசித்து தன்னுடைய அறிவை வளர்த்துக்கு அவர்கிட்ட பேசும்பொழுது தெரியும், ஒரு இன்டலெக்சுவல்கிட்ட பேசுறதுக்கும் ஒரு சாதாரண மனுஷன்கிட்ட பேசுறதுக்குமான வித்தியாசம் நமக்கு தெரியும். அவர் ஒரு இன்டலெக்சுவல். உண்மையில் அவர்கிட்ட பேசும்போது அவ்வளோ ஒரு வேதனையாக இருந்தது. இவ்வளோ ஒரு இன்டலெக்சுவலான ஒரு மனுஷன் 25 வருஷம் உள்ளே போட்டு வச்சுருக்காங்க இந்த அரசாங்கம் அப்படின்றது வந்து ரொம்ப கேவலமான ஒரு விஷயம். அடுத்து நான் ஒரு தேட்டர் ஆர்டிஸ்ட், நான் இப்போ சொன்னது ஒரு ஜேர்னலிஸ்டாக சொன்னேன், ஒரு ஆக்டிவிஸ்டாக சொன்னேன், நான் ஒரு தேட்டர் ஆர்டிஸ்ட். ஆனால் இங்கே கேரளத்தில் நீங்கள் அவருக்காக வேண்டி அவருடைய கதையை வச்சு ஒரு முழுநீள நாடகம் ஒன்று பண்ணுறீங்க. ஆனால் தமிழ்நாட்டில் சாம்ராஜ் சொன்னது போல் அப்படியான ஒரு நாடகம் இது வரைக்கும் இல்லை. ஏன்னு எனக்கு தெரியலை. நான் ஒரு ஆர்டிஸ்ட் மட்டுமே, டைரக்டர் இல்லை. நிறைய டைரக்டர்ஸ் நினச்சிருந்தாங்கன்னா இதை பண்ணியிருந்திருக்கலாம். யூ ஹாவ் பிகம் அ ரோல் மாடல் டு தமிழ்நாடு இன் தமிழ்நாடு தேட்டர் அப்படின்னு நான் சொல்லணும்னு நினைக்கிறேன். ஆக்சுவலாக இதை நாங்கள் தான் பண்ணியிருக்கணும், தமிழ்நாட்டில் செஞ்சுருக்கணும். நாங்கள் செய்ய தவறுனது. அம்மாவும் சொன்னாங்க தமிழ்நாட்டில் இதை புரிஞ்சிக்கவே இல்லை நிறைய பேர் அப்படின்னா. அது உண்மை தான். கேரள மக்கள் புரிஞ்சுக்கிட்ட அளவுக்கு அங்கே புரிஞ்சிக்கல தான். அதுக்கு நிறைய அரசியல் காரணங்கள், தனிப்பட்ட காரணங்கள் அப்படியெல்லாம் இருக்குது. அதுக்குள்ளேலாம் நான் போகலை. ஆனால் இப்படியான ஒரு நாடகத்தை மலையாளத்தில் கேரள மக்கள் எங்களுக்காக தான் கொடுத்துருக்கீங்க அப்படின்னு நான் நினைக்கிறேன். அதுக்கு ரொம்ப ரொம்ப நன்றி. இப்போ நாடகத்தை பார்க்க வழிவிட்டு நன்றி. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ജോൺ ജോഫ്രി മാസ്റ്റർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ മാധവ് രാമദാസ്, സാന്നിധ്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും നമ്മുടെ എല്ലാം മനം കവർന്ന ആദരണീയരായ അർബുദമ്മാളും വേദി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സദസ്, കൂടുതലായൊന്നും ഈ നാടകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ മുമ്പ് പ്രസംഗിച്ചവരെല്ലാം തന്നെ ഈ നാടകത്തിൻ്റെ വരികളിലൂടെയാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് കൂടുതലായി വീണ്ടും പറഞ്ഞതിനെ ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 വാക്ക് ഈ ഔദ്യോഗിക കർമ്മം നിർവഹണം എന്ന നിലയ്ക്ക് ഞാൻ നടത്തട്ടെ. മലയാള പ്രൊഫഷണൽ അമേച്ചർ നാടകവേദിയിൽ നിറസാന്നിധ്യമായ ശ്രീ ഹേമന്ത് കുമാറിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന നാടകം ആണ് എന്നത് പേര് അറിവാളൻ ബോൺ ആൻഡ് ഡെത്ത് 1991 എന്നതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു.
ഈ നിയോഗം വന്നു ചേർന്നത് കിരാലൂർ എന്ന ഗ്രാമപ്രദേശത്ത് നാടക പ്രവർത്തനങ്ങളും നാടക കൂട്ടായ്മകളുമായി നടക്കുന്ന ഭരതം നാടകവേദിക്കാണ് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഈ നാടകം സഹൃദയരും നാടക പ്രവർത്തകരുമായ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന്റെ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ വളരെയേറെ സംശയാലുവാണ്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 150-ൽ പരം വേദികളിൽ നിറഞ്ഞു കളിച്ച ഈ നാടകത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്ന ഭയവും എനിക്കുണ്ട്. പ്രേക്ഷക മനസ്സുകളിൽ വേദനയുടെയോ അമർഷത്തിന്റെയോ അല്ലെങ്കിൽ പേര് പറയാൻ അറിയാത്ത മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അതിന്റെ വിത്തുപാകിയ ഒരു നാടകമാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ശ്രീലങ്കയിൽ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന വംശീയ കലാപമാണ് ഈ രചനയുടെ പശ്ചാത്തലം. ഇന്ത്യൻ സമാധാന സേന ദ്വീപിൽ നടത്തിയ മനുഷ്യത്വരഹിതമെന്ന് ആരോപിക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ തമിഴ് മനസ്സുകളിൽ ഉടലെടുത്ത പ്രതികാര വാഞ്ച അത് വാനോളം ഉയർന്ന് അത് പര്യവസാനിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ വധത്തിലായിരുന്നു. ഈ നാടകം തുടങ്ങുന്നത് തന്നെ തിരശ്ശീല ഉയരുമ്പോൾ നമ്മെ കൊണ്ടുപോകുന്നത് തടവറയിലെ അന്ധകാരത്തിലേക്കാണ്. രാജീവ് ഗാന്ധി വധക്കേസിലെ 18-ാം പ്രതിയായി മുദ്രകുത്തപ്പെട്ട ശ്രീ പേരറിവാളൻ അദ്ദേഹത്തെ അവിടെയാണ് തളച്ചിട്ടിരിക്കുന്നത്. താൻ ചെയ്ത കുറ്റമെന്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാതെ 18-ാം പ്രതിയായ പേരറിവാളൻ ഇന്നും തടവറയിൽ കഴിയുകയാണ്. അതാണ് ഈ നാടകത്തിന്റെ വിഷയം. കേന്ദ്ര കഥാപാത്രമായ പേരറിവാളന്റെ ഗതികേടുകൾക്കും അപ്പുറത്തേക്ക് പിതാവായ കുയിൽദാസന്റെ ദുഃഖം, മാതാവായ അർബുദമ്മാളിന്റെ വ്യഥ, തന്റെ പ്രിയ സഖിയായ കനിമൊഴിയുടെ വിരഹ ദുഃഖം എല്ലാം നമുക്ക് ഈ നാടകത്തിലൂടെ വളരെ കൃത്യമായി എടുക്കാൻ കഴിയുന്നു. വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെയേറെ കേരള സാംസ്കാരിക രംഗം ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടേണ്ട ഒരു അമൂല്യമായ ചടങ്ങിന് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സ്വന്തം അനുഭവം തന്നെ പ്രകാശനം ചെയ്ത ഒരമ്മയെ, പ്രതീക്ഷയുടെ തീരത്ത് മകനെ കാത്തിരിക്കുന്ന വലിയൊരമ്മയെ മലയാളത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എൻ്റെ നാടക പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് നമിക്കുന്നു. അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നാടകകൃതി പ്രസിദ്ധീകരിച്ചാൽ യാതൊരുവിധ സാമ്പത്തിക നേട്ടവുമില്ല എന്ന് എല്ലാ പ്രസാധകരും പരസ്പരം ഉരുവിടുന്ന ഈ കാലത്ത് ഒരു നാടകകൃതി പ്രസിദ്ധീകരിക്കാൻ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഒരമ്മയുടെയും മകൻ്റെയും വേറിട്ട അനുഭവങ്ങൾ എത്തിക്കാനുമുള്ള നാടകവേദിയെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു പുതിയ മനസ്സുകളുടെ കൂട്ടായ്മയായ ഭരതം നാടകവേദിയോടുള്ള ഒരു നാടക പ്രവർത്തകരുടെ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അടയാളപ്പെടുത്തുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. നാടകം കാണാനിരിക്കുന്ന നിങ്ങളോട് പേരറിവാളൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളുടെ എല്ലാ വേദികളിലും ജനം സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദനാപൂർവ്വം സ്വീകരിച്ച ഹേമന്ത് കുമാർ രാജേഷ് കേരളത്തിൻ്റെ ഈ നാടകം ഒരു പരിധിവരെ ഈ അമ്മയെ മലയാള മണ്ണിന് പരിചയപ്പെടുത്താൻ സഹായിച്ചു എന്നത് വലിയൊരു വസ്തുതയാണ്. ഓരോ നാടക പ്രവർത്തകനും നാടിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് അതുകൊണ്ട് മാത്രമാണ്. സത്യം എന്നതും പരമമായ സത്യം എന്നതും നാം കണ്ടുപിടിക്കാൻ വളരെയേറെ പ്രയാസപ്പെടുന്ന ഈ കാലത്ത് ഒരു പരമമായ സത്യത്തിലേക്കുള്ള അന്വേഷണമാണ് പേരറിവാളൻ. ഈ സത്യവും പരമമായ സത്യവും എന്ന കാര്യത്തെക്കുറിച്ച് മഹാനായ നാടകകൃത്ത് PJ ആന്റണി പറഞ്ഞത് ഇങ്ങനെയാണ്: മലമുകളിലിരിക്കുന്ന അണ്ണാൻ താഴ്വരയിലൂടെ പോകുന്ന ആനയെ കാണുമ്പോൾ ആനയേക്കാൾ വലുത് അണ്ണാനാണെന്ന് വിശ്വസിക്കുന്നു. അണ്ണാനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. കാരണം അണ്ണാൻ മലയ്ക്ക് മുകളിലാണ്. എന്നാൽ താഴ്വരയിലൂടെ പോകുന്ന ആന മലയ്ക്ക് മുകളിലിരിക്കുന്ന അണ്ണാനെ കാണുന്നില്ല. ആനയെ സംബന്ധിച്ചിടത്തോളം അണ്ണാൻ അവിടെ ഇല്ല എന്നതാണ് സത്യം. എന്നാൽ അണ്ണാൻ അവിടെ ഉണ്ട് എന്നതാണ് പരമമായ സത്യം. അതുപോലെ ആ പരമമായ സത്യം നാളെ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് എത്തും എന്ന പ്രതീക്ഷയോടെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിക്കൊള്ളാം.
എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാതിനിധ്യമുണ്ട്. കാരണം ഞാൻ ചെന്നൈയിൽ ഈ ഫേസ്ബുക്കിൽ ഒരു നമ്പർ കണ്ട് ഹേമന്തേട്ടനൊരു നമ്പർ ഇട്ടിട്ട് ആ നമ്പറിലേക്ക് പുസ്തകം വരുന്നവർക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അബിയെ കോണ്ടാക്ട് ചെയ്യുകയും അബി എന്നോട് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാവുകയും അതിലൂടെ ഇവർക്ക് ഈ അമ്മയെ എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചത് ഒരു വളരെ എന്താ പറയുക അറിയത്തില്ല. അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ അത് ഞാൻ ഏതോ ഒരു പോയ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യമായിട്ട് കാണുന്നു. അത് മാത്രമല്ല നാടകങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ്. ആ നാടകങ്ങൾ പച്ചയായ മനുഷ്യനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടുമാണ്. ഞാൻ ഈ നാടകം കണ്ടിട്ടില്ല, ആ പുസ്തകം വായിച്ച് അതിൽ ആകർഷനായിട്ടാണ് ഞാൻ അബിയും ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായതും. അതുകൊണ്ട് ഈ നാടകം കാണാത്തവരും ഈ പുസ്തകം വായിച്ചാൽ അവരുടെ ജനഹൃദയങ്ങളിൽ ഏറി ചെല്ലും എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അതിലൊരു സാക്ഷിയാണ് ഞാൻ. നന്ദി, നമസ്കാരം. നാടകകൃത്തും അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തും കൂടെ ആയിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന, നമ്മളേറെ സ്നേഹിക്കുന്ന, അതിലുപരി നമ്മളേറെ സ്നേഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ഹേമന്ത് കുമാറിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നാടകത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അമ്മ, ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തും മലയാളത്തിൻ്റെ പ്രശസ്ത ഗായകനുമായ മാധവ് രാംദാസ്, അതുപോലെ തന്നെ വലിയ ആരോഗ്യ വിഷമതകൾക്കിടയിൽ നിന്നും ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ടെത്തിയ ബാബു സാർ, നല്ല ഒരു പ്രഭാഷണം നടത്തിയ അരുണ മാഷ്, അതുപോലെ തന്നെ വേദിയിരിക്കുന്ന എൻ്റെ എല്ലാ വേണ്ടപ്പെട്ടവർ, എല്ലാവരോടും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന അച്ചടിക്കപ്പെടുന്ന പുസ്തകമാണ് പേരറിവാളൻ. ഇതിനു മുമ്പ് പലപ്പോഴും അതിനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ എപ്പോഴും ഇതൊരു പുസ്തക രൂപത്തിലാക്കുക, വേദിയിൽ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ നാടകങ്ങൾ എഴുതാറുള്ളത്. അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം വേദിയിൽ അവതരിപ്പിക്കപ്പെടുക, അങ്ങനെ പ്രേക്ഷകരോട് സംവദിക്കുക എന്ന് തന്നെയാണ്. പക്ഷെ ഇത് വീണ്ടും അത് വായിക്കപ്പെടുക അതിനാവശ്യമാണ് എന്ന് ഭാരതത്തിലെ അബി, ആൻഡോ, സുരേഷ് ഏട്ടൻ, അനിൽ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴാണ് ഞാനതിന് തയ്യാറാവുന്നത്. അതിന് വീണ്ടും അതൊരു പുസ്തക രൂപത്തിലേക്ക് മാറ്റി എഴുതുക, അതിൻ്റെ പ്രൂഫ് നോക്കുക, അതൊക്കെ വലിയ ഒരു ക്ലേശമുള്ള ജോലിയായതുകൊണ്ട് പലപ്പോഴും ഞാനങ്ങനെ പിന്മാറാണ് പതിവ്. പക്ഷെ അതെല്ലാം തന്നെ അവർ ഏറ്റെടുത്ത് ചെയ്യുകയും അത് സാധ്യമാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പറ്റാത്ത കാര്യങ്ങൾ അതൊന്നും നടക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് കൈവഴിയാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ അതൊക്കെ നടക്കും എന്ന് തന്നെ ബോധ്യപ്പെടുത്തിയത് ഭാരതത്തിലെ സുഹൃത്തുക്കളാണ്. ഇതിൻ്റെ പ്രകാശനത്തിന് അമ്മയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വലിയ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവായതാണ്. പക്ഷേ അല്ല, അത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ സഞ്ചരിക്കുകയും അഭിയുമായിട്ട് അഭിലാഷമായിട്ട് കോൺടാക്ട് ചെയ്യുകയും അമ്മയോടെ കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് അയ്യോ അതും സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഈ വലിയ സ്നേഹം തന്നെയാണ് എന്നെ പോലുള്ളവരെ നാടകരംഗത്ത് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നാടകങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാനും രാജേഷും ഒക്കെ തന്നെ ഈ രംഗത്ത് നിലയുറപ്പിച്ച് നിൽക്കാനുള്ള ബോധ്യം തന്നിട്ടുള്ളത് തൃശ്ശൂരിലെ പ്രേക്ഷകരാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ പ്രേക്ഷകർ എന്നും നൽകിയിട്ടുള്ള ആ വലിയ സ്നേഹത്തിന് ബിഗ് സല്യൂട്ട്. എന്തായാലും എല്ലാ സ്നേഹത്തിനും നന്ദി. താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്തത് ഈ നാടകത്തെ അണിയിച്ചൊരുക്കിയവരെ മെമ്മൻറ്റോ നൽകി ഹിറ്റ്സ് കോഴിക്കോട് ആദരിക്കുകയാണ്. ഹിറ്റ്സിൻ്റെ അടുത്ത നാടകമായിട്ടുള്ള പൂലാൻ ദേവിയുടെ പോസ്റ്റർ പ്രകാശനം നടക്കുകയാണ്. അത് ഉണ്ടാവുമെന്ന് അതിനുശേഷം പേരറിവാളൻ ബോണ്ട് 1991 എന്ന ഈ നാടകം കൂടെ അരങ്ങേറുമെന്നും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ആദ്യം ഈ ഹിറ്റ്സ് കോഴിക്കോടിൻ്റെ സ്നേഹോപഹാരം പേരറിവാളൻ്റെ അമ്മയ്ക്ക് നമ്മൾ നൽകുകയാണ്. പ്രിയങ്കരിയായിട്ടുള്ള അർപ്പുതമ്മാളെ ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിലേക്കായി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
പ്രിയമുള്ള തങ്കച്ചൻ, ഈ നാടകത്തിൽ മനോഹരമായി ഹൂലൻ ദേവി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബഹുമാന്യ സദസ്സ്, ഭരതം നാടകവേദിയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ കോഴിക്കോട് ഹിൽസിൻ്റെ എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഈ വൈകിയവേളയിൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ വിശിഷ്ട അതിഥി അർബുദാമ്മാൾ അമ്മ വണക്കം. നമ്മൾ വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഒരു നല്ല നാടകത്തിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഇനി തുടർന്ന് ആ നാടകത്തിൻ്റെ അവതരണമാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തെ നാടകത്തെ പരിചയപ്പെടുത്തുന്ന പോസ്റ്ററും ഇവിടെ ഇറക്കിക്കഴിഞ്ഞു. ഹേമന്ത്, അതുപോലെ തന്നെ രാജേഷ് കൂട്ടുകെട്ടിൻ്റെ വളരെ നല്ല നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ശരിക്കും പറഞ്ഞാൽ മതത്തെ തൊടാതെ രാഷ്ട്രീയം പറയാവുന്ന ഒരു കാലാവസ്ഥയിൽ അതിൻ്റെ സാധ്യതകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹേമന്ത് കുമാർ. അതുപോലെ തന്നെ 24 അടി സ്റ്റേജിൻ്റെ മുഴുവൻ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്ന സംവിധായകനാണ് ശ്രീ രാജേഷ് ഇരുളം. അവരൊക്കെ തന്നെ വേണ്ട വിധത്തിൽ ഇവിടെ ആദരിച്ചു കഴിഞ്ഞു. അതിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭരതത്തിൻ്റെയും കോഴിക്കോട് ഹിറ്റ്സിൻ്റെയും പേരിൽ എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഈ വേദി ധന്യമാക്കിയ തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും പ്രിയപ്പെട്ട നാടക പ്രവർത്തകർ, ആസ്വാദകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയങ്കരനായ തൃശ്ശൂരിൻ്റെ നാടക പ്രവർത്തകൻ തൃശ്ശൂർ ദിലീപ്, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഒരുപക്ഷെ ഇത്. ഇവിടെ അദ്ദേഹത്തെ അറിയുന്ന നാടക പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ പലരും. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടനെ പോലെയാകണം ഓരോ നാടക നടന്മാരും എന്ന് ചിന്തിക്കുന്ന നാടക പ്രവർത്തകർ, കലാകാരന്മാരൊക്കെ ഇതിനകത്തുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള നാടകവേദിക്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വേദി ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാടകത്തിൻ്റെ അവതരണം അത് കാണുന്നതിന് വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം.